ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്, ഹാപ്പി മോർണിംഗ്. ഇന്ന് നമ്മൾ മണി റിലേഷൻഷിപ്പിൻ്റെ എത്രാമത്തെ ദിവസമാണ്? രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരിക്കും എല്ലാവരും. അപ്പോൾ മണി, നിങ്ങളോട് പണം, അതുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതുമായിട്ടുള്ള ബിലീഫ് സിസ്റ്റങ്ങൾ, അബണ്ടൻസ്, ഇതിലേക്കൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് മാം ഇന്നലെ പറഞ്ഞതുപോലെ എങ്ങനെ അതിനെ റീപ്രോഗ്രാം ചെയ്യാം, എവിടെയൊക്കെയാണ് നിങ്ങൾ ലാഗ് ആവുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ പണവുമായിട്ടുള്ള ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, എന്നതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള നിങ്ങളെ മൈൻഡ് സെറ്റ് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് മാം പറയുന്നുണ്ട്. അപ്പം എഗെയിൻ ഡേ 2ലേക്ക് രേഖ മാമിനെ ക്ഷണിക്കുകയാണ്. പിന്നെ അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞില്ല, ഇപ്പം ലാസ്റ്റ് രാകേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞപ്പോൾ ഒറ്റ സെൻറ്റൻസിൽ ഒറ്റ പിടിക്ക് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിനും നന്ദി എന്ന് പറഞ്ഞു അല്ലേ. മീൻസ് നമുക്ക്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതുപോലെ, നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പം ഞാൻ പറയും നല്ലൊരു കുടം നിറയെ നല്ല എന്താണ് നിധി, ഒരു ഭയങ്കരമായിട്ട് കുറേ സ്വർണ്ണങ്ങളും പണവും പൈസയൊക്കെ ഉള്ള ഒരു വലിയൊരു ഒരു കൂജ നിങ്ങൾക്ക് തന്നു. പക്ഷെ ആ കൂജ ലോക്ക്ഡാണ്, ഒന്നുകൊണ്ടും അത് പൊട്ടിച്ചെടുക്കാനോ ഒന്നും പറ്റില്ല. ഭയങ്കര സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അത്. അത്രയും ഇതാണ്, സേഫ്റ്റിയാണ്. പക്ഷേ അതിൻ്റെ ലോക്ക് ഓപ്പൺ ചെയ്ത് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്യാഷ് എടുക്കാം. അങ്ങനെ ഡിവൈൻ നിങ്ങൾക്ക് തന്ന സമയത്ത് കീ ഡിവൈൻ്റെ കയ്യിലായിപ്പോയി, കീ നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾക്കത് തുറക്കണമെങ്കിൽ ഈ നിധിപീഠകം ഇങ്ങനെ വെച്ച് ഇങ്ങനെ നടന്നിട്ട് കാര്യമുണ്ടോ? അപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം, എനിക്ക് എൻ്റെ കയ്യിലുണ്ടല്ലോ, ഒരു നാൾ കിട്ടും 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 എന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ അതിനുള്ള സാധനങ്ങൾ ഓരോ ദിവസവും ഉപയോഗിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങുകയും ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് മോർ ബ്യൂട്ടിഫുൾ ആണ്, മോർ ഹാപ്പിയാണ്. അതുപോലെയാണ് നിങ്ങൾക്ക് കുറേ കാര്യങ്ങളുണ്ട്, കുറേ അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിനൊക്കെ നിങ്ങൾ എന്തെങ്കിലും കെട്ടി വെച്ചതാണ്. ഓരോന്ന് എടുത്തിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പറഞ്ഞ് ഹാപ്പി ആവുന്നേ. നിങ്ങൾ ലൈഫിലേക്ക് കൂടുതലായിട്ട് നിങ്ങൾ അട്രാക്ട് ചെയ്യുക. ഇതെന്തിനാ പിടിച്ചു വെക്കുന്നേ? ഡീറ്റെയിൽ ആയിട്ട് പറയാം. നാളെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇതിലും നല്ല ഭംഗിയായിട്ട് പറയാനുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു ഓൾ. അപ്പോൾ രേഖ മാമിനെ എഗെയിൻ ഡേ 2ലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം മാം. ഇന്നലെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഇന്നലെ നമ്മൾ പഠിച്ചത് ഇല്ലായ്മയുടെ മാനസികാവസ്ഥയാണ് പഠിച്ചത്. നമ്മൾ പറഞ്ഞു മണി ഉണ്ടാക്കണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ പഠിക്കണം എന്ന്. ഒന്നാമത് മൈൻഡ് സെറ്റ് ആണെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു ഞാൻ സ്കില്ല് പഠിക്കണം എന്ന് പറഞ്ഞു. അതിനാവശ്യമുള്ള വെഹിക്കിൾ നമുക്ക് ആവശ്യമാണ്. വെഹിക്കിൾ എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് ആവാം, കരിയർ ആവാം. ഇത് നമുക്ക് ഏതിലൂടെ പണം ഒഴുകുന്നു എന്നുള്ളതുണ്ടല്ലോ, അതാണ് ഈ വെഹിക്കിൾ എന്ന് പറയുന്നത്. ഈ 3 തോന്നിയ ഒരു കാര്യമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡും അബണ്ടൻസും തമ്മിൽ വളരെയധികം കണക്റ്റഡ്. എന്തുകൊണ്ടാണെന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. എന്തിനാണ് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതെന്ന് അറിയാവോ? എന്തിനാണ് ഇങ്ങനെ നമ്മൾ ഓരോന്നിനും നന്ദി ഉള്ളതിനെ കുറിച്ച് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശ്രദ്ധ ഉള്ളതിലേക്ക് പോവാൻ വേണ്ടിയിട്ട്. എല്ലാ ആളുകളും ലോ ഓഫ് അട്രാക്ഷനിൽ വളരെയധികം ഫോക്കസ് ചെയ്തിരിക്കുന്ന ആളുകളാണ് നമ്മൾ കൂടുതലും. ഞാൻ കണ്ടിട്ടുള്ള മിക്ക ആളുകളും ലോ ഓഫ് അട്രാക്ഷൻ വളരെയധികം, പക്ഷെ ലോ ഓഫ് അട്രാക്ഷന് പുറമെ കുറെ നിയമങ്ങളുണ്ട്, കുറെ 11ഓളം വേറെ നിയമങ്ങളുണ്ട്. ഈ ലോ ഓഫ് അട്രാക്ഷനിൽ എന്താണ് പറയുന്നത്? നമ്മളുടെ ഫോക്കസ്, നമ്മുടെ ശ്രദ്ധ എവിടേക്ക് പോകുന്നോ അത് നമ്മളിലേക്ക് ആകർഷിക്കുന്നു. നമ്മളുടെ ശ്രദ്ധ എവിടേക്ക് പോകുന്നുവോ അത് നമ്മളിലേക്ക് ആകർഷിക്കുന്നു എന്നതാണ്. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് യെസ് എന്ന് പറയാമോ? വളരെ വ്യക്തമായി നിങ്ങളത് മനസ്സിലെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. കാരണം നമ്മളുടെ ശ്രദ്ധ എവിടേക്ക് പോകുന്നോ അത് നമ്മളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ഉള്ളതിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ ആ ഉള്ളത് വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ മൾട്ടിപ്ലൈ ആയിട്ട് വരുന്നു.
അതുകൊണ്ടാണ് ഷംന മാം പറഞ്ഞത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നമ്മുടെ അബൻഡൻസിന്റെ താക്കോൽ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. മണിയുടെ താക്കോലും ഈ ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. നമ്മളിലേക്ക് മണി ഒഴുകണമെങ്കിൽ നമ്മൾ എന്താണ് വേണ്ടത്? ആ മണിയിലേക്കുള്ള കൂടുതൽ നമ്മൾക്ക് നൽകിയിട്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്നത് പോലും നമുക്ക് ഈ ശ്വാസത്തിന് പോലും നമുക്ക് നന്ദി പറയാം അല്ലെ? നമ്മുടെ ഒരു ഓരോ ബ്രീത്തിനും ഒന്ന് ആലോചിച്ച് നോക്കൂ, ജസ്റ്റ് ഒന്ന് കണ്ണടച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് നമ്മളുടെ ഈ ശ്വാസം പോലും എന്താണ്? ശ്വാസം പോലും നമുക്ക് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ് അല്ലെ? അതില്ലെങ്കിൽ നമ്മൾ ഇന്നിവിടെ ഇല്ല. അപ്പോൾ അത്ര പോലും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്നതാണ് പറയുന്നത്. അപ്പോൾ മണി നമ്മളിലേക്ക് ഒഴുകണമെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഷംന മാം ഇന്ന് ഈ ഗ്രാറ്റിറ്റ്യൂഡിന് ഓരോന്നോരോന്നോരോന്ന് എടുത്തെടുത്ത് പറയണമെന്ന് പറയുന്നത്. നമ്മുടെ ശ്രദ്ധ ഏതിലേക്ക് പോകുന്നോ അത് നമ്മളിലേക്ക് വീണ്ടും വീണ്ടും ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ ഒന്ന് രണ്ട് കാര്യങ്ങളിലല്ല ഗ്രാറ്റിറ്റ്യൂഡ് പറയണ്ടേ. നിങ്ങൾ ഇവിടെ പറയാനൊരു ലിമിറ്റ് ഉണ്ടാവും, നിങ്ങൾക്ക് ഒന്നോ രണ്ടെണ്ണോ പറയാനുണ്ടാവും. പക്ഷെ നിങ്ങൾക്കൊരു ഇവിടെ ഒരു വലിയൊരു കാര്യം പറഞ്ഞുതരാം. ഒരു ഒരു വാക്കിംഗ് ടോക്കിംഗ് അഫർമേഷൻസ് എന്ന് പറയും. വാക്കിംഗ് ടോക്കിംഗ് അഫർമേഷൻ, നടന്ന് സംസാരിച്ചുകൊണ്ട് അഫർമേഷൻ പറയാം. ഇപ്പൊ പണിയെടുക്കുന്ന ഒരാൾ നടക്കുമ്പോഴൊക്കെ പറയാം, നടക്കുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു നടക്കുക. ഓരോ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന് ഇങ്ങനെ നമ്മൾക്ക് നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞേയിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതാണ് എന്നും ഇതൊരു ടെക്നിക്കാണ്. ഇതിപ്പോ ഞാൻ ഇന്ന് പറയുന്ന കാലത്ത് ഞാൻ ഇന്ന് മനസ്സിൽ ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ഇപ്പൊ എന്റെ മനസ്സിൽ തോന്നിയ, എന്റെ ഉള്ളിൽ തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കൺവിൻസ്, കാരണം ഞാൻ ഇത് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വാക്കിംഗ് ടോക്കിംഗ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. കാരണം ഞാൻ ഓരോ പ്രാവശ്യം നടക്കുമ്പോഴും ഇപ്പൊ കാലത്ത് ഞാൻ 4 o'clock എണീച്ചൊരു വ്യക്തിയാണ്. എണീച്ചിട്ട് ഞാൻ 5 to പുറത്തിറങ്ങി നടന്ന് നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ്. നിങ്ങളുടെ ക്ലാസ്സിനുള്ള പ്രിപ്പറേഷൻ അല്ല സീരിയസ്ലി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ നടന്ന് എനിക്ക് ആവശ്യമുള്ള എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ചെയ്തത്. ആക്ച്വലി 5 to 6 വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ 4 എണീച്ചു, എല്ലാം എന്റെ കാര്യങ്ങളെല്ലാം റൊട്ടീൻസ് എല്ലാം ചെയ്തതിനു ശേഷം 5 to 6 വരെ വാക്കിംഗ് ടോക്കിംഗ് എഫർമേഷൻ ആണ് ചെയ്തത്. അതും പുറത്ത് നടന്നു. അത് നിങ്ങൾക്കറിയാവോ? ഗ്രൗണ്ടിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവോ? ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ? പ്രകൃതിയില് നേച്ചർ വാക്ക് എന്നാണ് പറയുന്നത്. നേച്ചർ വാക്ക് എന്തിനാന്ന് അറിയാവോ? ഇതൊക്കെ ടെക്നിക്സ് ആണ് കേട്ടോ. ഇതൊക്കെ ഇപ്പൊ തോന്നുന്ന കാര്യങ്ങൾ പറയുന്നതാണ്. നിങ്ങൾക്ക് ക്ലാസ് ഞാൻ ഇത് നിങ്ങൾക്ക് വളരെ യൂസ് ആവും. നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട കാര്യം, വലിയൊരു ടെക്നിക്സ് ഒന്നുമില്ല മണി ഫ്ലോ ചെയ്യാൻ എന്ന് പറയുന്നത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അബണ്ടൻസ് വന്നുകൊണ്ടിരിക്കും. വാക്കിംഗ് ടോക്കിംഗ് എഫർമേഷൻ ഇന്നത്തെ ഒരു ടെക്നിക്കാണ്. നിങ്ങൾ ഇന്ന് മുതൽ ചെയ്തു നോക്കുക. നിങ്ങൾ നേച്ചറിൽ നടക്കുക. നേച്ചർ എന്ന് വെച്ചാൽ മണ്ണിൽ ചെരുപ്പിടാതെ നടക്കുക. മണ്ണില് ചെരുപ്പിടാതെ നടന്നു നോക്കൂ. ഒരു 10-15 മിനിറ്റ് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് നടക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് നടക്കുക. എന്തൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ടോ അതൊക്കെ പറയാം. എനിക്ക് തന്ന എന്റെ മക്കൾക്ക് നന്ദി, എന്റെ സ്ത്രീകളാണ് എന്റെ ഭർത്താവിന് നന്ദി, എന്റെ ഭാര്യ, എന്നെ സ്നേഹിക്കുന്ന എന്റെ ഭാര്യയ്ക്ക് നന്ദി. ഇങ്ങനെ ഓരോന്നും നമ്മൾക്ക് വേണ്ട കാര്യങ്ങളും നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളും എന്നും നിലനിർത്തിക്കൊണ്ട് പോകണം അല്ലെ? നമ്മൾക്ക് എപ്പോൾ ഉള്ള അബണ്ടൻസിന് ഇപ്പൊ നമ്മൾക്ക് എന്താണോ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് അതിനെ നിലനിർത്തുക എന്നുള്ളൊരു വലിയൊരു കാര്യമുണ്ട്. ആ നിലനിർത്തുന്നതിനും ഒരു അഫർമേഷൻസുകൾ പറഞ്ഞു നടക്കുക. നമ്മള് ചെരുപ്പിടാതെ നമ്മള് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? നമ്മുടെ റൂട്ട് ചക്ര എന്ന് പറയും. ചക്രാസുകൾ പഠിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഷംന മാം അത് പഠിപ്പിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. റൂട്ട് ചക്രാസ്, നമുക്ക് ചക്രങ്ങളുണ്ട്, 7 ചക്രങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതില് ഏറ്റവും മൂലാധാരം, അടിയിൽ കിടക്കുന്ന ഏറ്റവും അവസാനം എന്ന് വെച്ചാൽ നട്ടലിന്റെ ഏറ്റവും അടിഭാഗത്ത് കിടക്കുന്ന ഒരു ചക്രമാണ് റൂട്ട് ചക്ര. ഈ റൂട്ട് ചക്ര ഓപ്പൺ ആയാലാണ് നമുക്ക് മണി ഫ്ലോ വരിക. ആ റൂട്ട് ചക്ര ഓപ്പൺ ആവാൻ നമ്മളെ ഈ ഗ്രൗണ്ടിങ് സഹായിക്കും. ഗ്രൗണ്ടിങ് സഹായിക്കും എന്ന് പറയുന്നത് എന്താണ്? ഈ നേച്ചർ വാക്ക് നമ്മളെ സഹായിക്കും. ഈ പ്രകൃതിയിലൂടെ നമ്മൾ ചെരുപ്പിടാതെ നടക്കുമ്പോൾ ഈ റൂട്ട് ചക്ര ഓപ്പൺ ആവാൻ നമുക്ക് ഇൻറ്റ്യൂഷൻ പവേഴ്സ് ഒക്കെ വരും. നമ്മുടെ ഉള്ളിൽ നിന്ന് സംസാരിച്ചു തുടങ്ങും, ഇന്നത് ചെയ്യാൻ, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ള ഇൻറ്റ്യൂഷൻസ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇന്ന് പറഞ്ഞ ഇതൊരു നിങ്ങൾക്ക് വേണ്ടി ഇന്ന് സംസാരിക്കാൻ തോന്നിയ ഒരു കാര്യമാണ്. അത് ഞാൻ പറയണമെന്ന് ചിന്തിക്കാത്തൊരു കാര്യമാണ്. ഒന്ന് വാക്കിംഗ് ടോക്കിംഗ് അഫർമേഷൻസ്, നേച്ചറിൽ കൂടെ നടക്കുക, അഫർമേഷൻസ് പറഞ്ഞു നടക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു ടെക്നിക്കാണ് കേട്ടോ.
അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. റെഡി അല്ലേ? റെഡി ആണോ? ആദ്യം മനസ്സിലാക്കണം. ഇത് നമുക്ക് നോക്കാം. എന്താണ് പ്രോസ്പെരിറ്റി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്? ഡീപ്പായിട്ടുള്ള ഒരു ഇന്നർ ബിലീഫാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന എത്രമാത്രം ഇല്ലായ്മയുടെ ഇമോഷൻസുകളും അല്ലെങ്കിൽ ഇല്ലായ്മയുടെ വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ചില ആളുകളുടെ വിശ്വാസങ്ങൾ ഉണ്ടാവും, പണം മരത്തിൽ കായ്ക്കത്തില്ല, എന്റെ കൈ ഓട്ടക്കൈയാണ് എന്നൊക്കെ പറയുന്ന ചില ചില വിശ്വാസങ്ങൾ. അതുപോലെ ഉള്ള നല്ല കുറെ വിശ്വാസങ്ങൾ ഉണ്ടാവും. ആ വിശ്വാസങ്ങളാണ് ഈ പ്രോസ്പെരിറ്റി അഥവാ അബൻഡൻസ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളുടെ ഉള്ളിൽ കിടക്കുന്നത്. അവരുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഈ എന്നും ഈ സമ്പത്ത് അവർ പോലും ഇത് അറിഞ്ഞോ അറിയാതെയോ വരുന്നതാണ് കേട്ടോ. ആക്ച്വലി ഇതൊന്നും അവർ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെ പഠിച്ചിട്ടാണോ ഈ കോടീശ്വരന്മാർ ഇവർക്ക് ഉണ്ടായെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അല്ല, അവരറിഞ്ഞോ അറിയാതെയോ അവരുടെ ഉള്ളിൽ കയറി കിടക്കുന്ന ഈ വിശ്വാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവരിലേക്ക് സമ്പത്ത് ഒഴുകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവാം, നമ്മൾക്കും ഇത് മാറ്റാൻ പറ്റും. എങ്ങനെയാണ്? വിശ്വാസങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റും. വിശ്വാസങ്ങളെ മാറ്റാൻ നമ്മുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് വിശ്വാസത്തെ മാറ്റിയാൽ നമ്മുടെ ബ്ലോക്ക് മാറുമെന്ന് പറയുന്നത്. എന്താണ് ഈ ഈ മണി അല്ലെങ്കിൽ പ്രോസ്പെറിറ്റി മൈൻഡ് സെറ്റ് ഉള്ള ആളുകളുടെ വിശ്വാസങ്ങൾ എന്ന് നമുക്ക് നോക്കാം. മണി വർത്തിയാണ്, മണി അബണ്ടന്റ്, സമൃദ്ധിയായിട്ട് ഈ പ്രകൃതിയിൽ മുഴുവനും, പണത്തിന്റെ സമൃദ്ധി ഈ പ്രകൃതിയിൽ മുഴുവൻ ഉണ്ട് എന്നൊരു വിശ്വാസമാണ് ഈ പ്രോസ്പെറിറ്റി മൈൻഡ് സെറ്റ് ഉള്ള ആളുകളുടെ വിശ്വാസം എന്ന് പറയുന്നത്. അതുപോലെ അവർക്ക് പണം വളരെയധികം മണി വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നൊരു കോൺസെപ്റ്റ് ആണ് പൊതുവെ മണി ഉണ്ടാക്കുന്ന ആളുകളുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും പറഞ്ഞോ? ഒരു ആള് മ്യൂട്ട് ഓപ്പൺ ആണ് തോന്നുന്നുണ്ട്. മനസ്സിലായോ? ഒന്ന് ഓഫ് ചെയ്യണേ. ഇപ്പോ എന്താണ് പൈസ ഉണ്ടാക്കുന്നത്? പ്രോസ്പെറിറ്റി മൈൻഡ്സിലുള്ള വ്യക്തികളുടെ വിശ്വാസം എന്താണെന്നറിയുമോ? അവർക്ക് എത്രത്തോളം നമ്മൾ വാല്യൂ കൊടുക്കുന്നോ അത്രത്തോളം പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എത്രത്തോളം വാല്യൂ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഒരു കസ്റ്റമേഴ്സിന് ഒത്തിരി വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പൈസ വരും, എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും കൂടുതൽ എന്ന ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ഈ പ്രോസ്പെറിറ്റി മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തികൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് മണി ഫ്ലോസ് ടു മീ ത്രൂ വാല്യൂ ഐ ക്രിയേറ്റ്. ഞാൻ എത്രത്തോളം, ഇപ്പൊ ഞാൻ പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെയാണ്, എത്രത്തോളം വാല്യൂ കൊടുക്കുന്നു അത്രത്തോളം നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോ ഒരു നമുക്ക് എക്സാമ്പിൾ തന്നെ പറയാം. ഒരു എക്സാമ്പിൾ എന്ന് വെച്ചപ്പോ ബിസിനസ് തന്നെ പറയാം. ബിസിനസ്സിലെ, കാരണം ഞാൻ കൂടുതൽ ആ ഫീൽഡ് ആയതുകൊണ്ടാവാം എനിക്ക് അത് തന്നെ വരുന്നത്. ഇപ്പൊ ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. എക്സാമ്പിൾ, ഒരു വീട്ടമ്മ ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. അതില് സാധാ നോർമൽ കേക്കാണ്, നോർമൽ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. ആ സ്പഞ്ച് കേക്കിന് അവരൊരു 400 റുപ്പീസ് ആളുകൾക്ക് കൊടുത്ത് വിൽക്കുന്നു. അതിൽ കുറച്ച് നട്ട്സും കാഷ്യൂനട്ടും ഡേറ്റ്സും ഒക്കെ വാല്യൂ ആഡ് ചെയ്തിട്ട് അത് വിൽക്കുകയാണെങ്കിൽ ഏകദേശം അവർക്ക് ഒരു 750 റുപ്പീസിന് അത് വിൽക്കാൻ പറ്റും. നമ്മളൊരു 50 റുപ്പീസിന്റെ അല്ലെങ്കിൽ ഒരു 100 റുപ്പീസിന്റെ എക്സ്ട്രാ ആണ് ആഡ് ചെയ്തത്. അതിന് അവർക്ക് 750 അല്ലെങ്കിൽ 800 റുപ്പീസിന്റെ, നമ്മളറിയാം ഒരു കേക്ക്, ഒരു കാഷ്യൂനട്ടൊക്കെ ഉള്ള ഒരു കേക്ക് മേടിക്കണമെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്, അതിന് വാല്യൂ ആഡ് ചെയ്തിട്ട് അത് വിൽക്കാൻ സാധിച്ചു. അപ്പോൾ ഈ പ്രോസ്പെറിറ്റി മൈൻഡ് സെറ്റുള്ള വ്യക്തികൾ എന്താ ചിന്തിക്കണമെന്ന് വെച്ചാൽ,
എത്രത്തോളം വാല്യൂ ആഡ് ചെയ്യുന്നോ അത്രത്തോളം എനിക്ക് പൈസ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവരവരുടെ കരിയറിൽ ആലോചിക്കണം, എങ്ങനെയാണ് എനിക്ക് പൈസ ഉണ്ടാക്കാനും പറ്റുക. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, മനസ്സിലാവുന്നുണ്ടോ? ഒരു വീട്ടമ്മയാണെങ്കിൽ പോലും, ഞാനും ഒരു ഹൗസ് വൈഫ് ആയിരുന്ന വ്യക്തിയാണ്. ഞാൻ ഇന്ന് ഒരു ബിസിനസ് വുമൺ ആയിട്ടുണ്ടെങ്കിൽ, ഒരു ഓണ്ടർപ്രണർ ആയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന് കാരണം? ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെ എന്റെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തിട്ട്, എന്റെ കഴിവുകളെ ഡെവലപ്പ് ചെയ്തിട്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും ചെയ്യാം. പ്രായം ഒരു വിഷയമേ അല്ല, ഒരു വിഷയമല്ല. അതൊക്കെ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന വിശ്വാസങ്ങളാണ്. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ പറഞ്ഞല്ലോ സ്കാർസിറ്റി മൈൻഡ് സെറ്റിനെ കുറിച്ച്. സ്കാർസിറ്റി മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾക്ക് തോന്നും, അയ്യോ ഞാൻ കുറച്ച് പ്രായം, ഇനിയൊക്കെ എന്തെന്നാ പൈസ ഉണ്ടാക്കണേ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കണം, സ്കാർസിറ്റി മൈൻഡ് സെറ്റ് ആണ്, ഇല്ലായ്മയുടെ മാനസികാവസ്ഥയാണ്. മനസ്സിലാവുന്നുണ്ട്? പ്രായമോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പോലും പൈസയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ പഠിച്ചു വളർന്ന എഡ്യൂക്കേഷൻ ഉള്ള വ്യക്തികളായിരിക്കണം വലിയ വലിയ എന്താ പറയാ, വലിയ വലിയ ബിസിനസ്മാൻ, വലിയ വലിയ ആളുകളായി മാറേണ്ടത്. ബിസിനസ്മാനും വലിയ വലിയ ആളുകളായി വരണം, ഒരിക്കലും അല്ല. എഡ്യൂക്കേഷനും മണിയും തമ്മിൽ ബന്ധമില്ല. നമ്മുടെ സ്കില്ലും മണിയും തമ്മിലാണ് ബന്ധം. സ്കിൽ, നമ്മുടെ കഴിവുകൾ. ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്ന ഒരു ലേഡിയാണെന്ന് വെച്ചാൽ, ഒരു സ്റ്റിച്ചിങ് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ സ്കില്ലിനെ ഇന്നലെ പറഞ്ഞ് മണി ഉണ്ടാക്കാൻ മൈൻഡ് സെറ്റും പഠിക്കണം, സ്കിൽ സെറ്റും പഠിക്കണം എന്ന് പറയും. സ്കില്ല്, കഴിവ്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, സ്കില്ലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത്. ഫിലിം ഇൻഡസ്ട്രി എടുത്ത് നോക്കൂ, അവരുടെ സ്കിൽ എന്താണ്? അഭിനയിക്കാനുള്ള സ്കില്ല്, പൈസ ഉണ്ടാക്കുന്നു. ബിസിനസ്സിൽ വിജയിക്കുന്നവരുടെ സ്കിൽ എന്താണ്? അവർക്ക് ഒരു കസ്റ്റമറിനെ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും, എങ്ങനെ സെയിൽസ് ചെയ്യാൻ പറ്റും, എങ്ങനെ സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റും എന്നതായിരിക്കും അവരുടെ സ്കില്ല്. ഒരു കേക്ക് ഉണ്ടാക്കിയ ഒരു ലേഡി, സ്ത്രീകളും ഇതിലുണ്ട്, ഞാൻ പറയും സ്ത്രീകളും ഉള്ളവർക്ക് ഒരു കേക്ക് ഉണ്ടാക്കുന്ന വ്യക്തിക്ക് എന്താ അവരുടെ സ്കിൽ? എന്താണ്? ബേക്കിംഗ് ആണ് അവരുടെ സ്കില്ല്. സ്കില്ല് നമുക്ക് പഠിക്കാൻ പറ്റും, അതറിയാമോ? സ്കില്ല് ജന്മനാൽ ഉണ്ടാവുന്ന ഒരു കാര്യമേ അല്ല. മനസ്സിലാക്കുക, സ്കില്ല് ജന്മനാൽ ഉണ്ടാവുന്ന കാര്യമേ അല്ല. ജനിക്കുമ്പോൾ നമ്മൾ സ്കില്ലോടുകൂടി അല്ല ജനിക്കുന്നത്. സ്കില്ല് നമ്മൾ ഉണ്ടാക്കുന്നതാണ് സ്കില്ല്. മനസ്സിലാവുന്നുണ്ടോ? ടാലന്റ് ഒന്നും, സ്കില്ലും ടാലന്റും ഡിഫറൻസ് ആണ്. ടാലന്റ് ജനിക്കുമ്പോ തന്നെ, ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, ജനിക്കുമ്പോ തന്നെ അവരെന്താ പറയാ, പാട്ട് ഉള്ളിൽ നിന്ന് വരുന്ന പാട്ട് പാടാറുണ്ട്. ചെറിയ കുഞ്ഞു മക്കൾ പാട്ട് പാടുന്ന കണ്ടിട്ടില്ലേ? അത് ടാലന്റ് ആണ്. അത് ഇൻബോൺ ടാലൻസ്, ഇൻബോൺ, ജനിക്കുമ്പോ തന്നെ ഉണ്ടാവുന്നതാണ്. പക്ഷെ സ്കിൽ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്, ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഇവിടെ ഇരിക്കുന്ന, ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ഓരോ ആളുകളും മനസ്സിലാക്കണം, മണി ഫ്ലോ വരണമെങ്കിൽ നമ്മൾ ചിന്തിക്കണം, ഒരു സ്കില്ല്, നിങ്ങളുടെ സ്കിൽ എന്താണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, മണി എങ്ങനെ ഫ്ലോ, അവർക്ക് ആ മൈൻഡ് സെറ്റുള്ള വ്യക്തിക്ക് ഉറപ്പാണ് മണി നമ്മളിലേക്ക് വരുന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന വിശ്വാസം അവരുടെ ഉള്ളിൽ ഉണ്ടാവും. മനസ്സിലായോ? പിന്നെ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞത്, ദർ ഈസ് ഓൾവേസ് മോർ വർക്ക് ദാറ്റ് കെയിം ഫ്രം. ഈ പൈസ, ഈ മണി, ഈ മൈൻഡ് സെറ്റ്, പ്രോസ്പെറിറ്റി മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തികൾക്ക് പൈസ ചെലവാക്കിയാലും വന്നാലും അവരൊന്നും ട്രിഗർ ചെയ്യില്ല. അയ്യോ പൈസ പോയിന്നോ, അല്ലെങ്കിൽ എന്റെ പൈസ ഇതിൽ നിന്ന് കുറഞ്ഞു എന്നോ ഒരു ഫീൽ അവർക്ക് ഉണ്ടാവില്ല. അത് ആ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ എങ്ങനെയാണെന്നറിയാവോ? നമ്മുടെ കയ്യില് ക്യാഷ് ഫ്ലോ വരുമ്പോൾ നമുക്ക് ഈ ഫീൽ ഓട്ടോമാറ്റിക് വരുന്നതാണ്. പക്ഷെ ആക്ച്വലി ഇവിടെ ക്രൈസിസിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ മനസ്സിലാക്കണം, ഈ ഒരു ഫീലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മളിലേക്ക് ഞാൻ പറഞ്ഞു ഫസ്റ്റ് അതിനാ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച്, നമ്മുടെ ചിന്തകൾ ഏതിലേക്കാണോ ഫോക്കസ്, ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കുറെ ടെക്നിക്ക് ചെയ്തു ഇതെന്നല്ല, നിങ്ങളുടെ ഫോക്കസ് എവിടേക്കാണോ പോകുന്നത്, ആ ഫോക്കസിനനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതം. ഞാൻ ബിസിനസ്സിൽ നല്ലപോലെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ബിസിനസ് വളരും. നിങ്ങളുടെ ഏത് ബിസിനസ്, ഇപ്പൊ വീട്ടമ്മ ചോദിക്കും ഞാൻ എന്താണ് അപ്പൊ ഇതിൽ ചെയ്യേണ്ടത്, നിങ്ങൾ എന്താണ് എല്ലാവർക്കും സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഞാനും ഒരു ഹൗസ് വൈഫാണ്, ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഹൗസ് വൈഫ് ഉണ്ടാവാം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും തുറന്നു പറയുന്നത്. ഞാനും ഒരു ഹൗസ് വൈഫാണ്. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഞാൻ മാരേജ് കഴിഞ്ഞിട്ട് ഹൗസ് വൈഫ് ആയിരുന്ന ഒരു വ്യക്തിയാണ്. ഹൗസ് വൈഫാണ്. എനിക്ക് 3 കുട്ടികളുണ്ട്. 12th സ്റ്റാൻഡേർഡ്, 11th സ്റ്റാൻഡേർഡ്, 5th സ്റ്റാൻഡേർഡിലുള്ള 3 കുട്ടികളുണ്ട്. 3 ആൺകുട്ടികളാണ് എനിക്കുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എനിക്കും എന്റേതായ വർക്കുകളുണ്ട്, എനിക്കും ബിസിനസ് ഉണ്ട്, ഹൗസ് വൈഫിന്റെ ഡ്യൂട്ടീസ് ഉണ്ട്, കിഡ്സിന്റെ ഡ്യൂട്ടി നോക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിനിടയിൽ ഞാൻ ഇപ്പൊ കാലത്ത് ഞാൻ നേരത്തെ എണീച്ചിട്ട് എനിക്കറിയുന്ന അറിവുകൾ മറ്റുള്ള ആളുകളിലേക്ക് പകർത്തുക എന്നൊരു കോൺസെപ്റ്റോട് കൂടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം
എനിക്ക് വളരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരാൻ കഴിയുന്നുള്ള പൂർണ്ണ കോൺഫിഡൻസോട് കൂടി സക്സസ് ആയിട്ട് തന്നെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് സക്സസ് അല്ലാതെ ഞാൻ ചെയ്യാതെ ഒരിക്കലും ഞാൻ പറയത്തില്ല. ഞാൻ ഇവിടെ പറയുന്ന കാര്യം എന്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് പൂർണ്ണ വിശ്വാസം, കാരണം ഞാൻ ഇത് എന്നിൽ അപ്ലൈ ചെയ്തിട്ട് ആണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരാൻ പറ്റും, ഓരോരുത്തർക്കും മണി നിങ്ങളിലേക്ക് ഒഴുക്കാൻ പറ്റും എന്നുള്ളത് 100 അല്ല 200% ഉറപ്പാണ്. പക്ഷെ ആ മൈൻഡ് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് കേട്ടോ. കാരണം നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചേഞ്ച് ആഗ്രഹിച്ചിട്ടുള്ളവർ ഇവിടെ എത്തത്തുള്ളൂ, ഇല്ലാത്തവരെ എത്തത്തില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കൂടുതലും ഈ ഇങ്ങനത്തെ വീഡിയോസ് ലോ ഓഫ് അട്രാക്ഷൻ ബേസ് ചെയ്തിട്ട്, നമ്മളുടെ സെൽഫ് ഡെവലപ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള യൂട്യൂബിലൊക്കെ സെർച്ച് ക്രൗഡ് കുറവായിരിക്കും. അതേസമയം നോർമൽ ആയിട്ടുള്ള വ്ളോഗുകളിലായിരിക്കും ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് വ്യൂസ് ഒക്കെ വരും. എന്തുകൊണ്ടാ? കൂടുതൽ ആളുകളുടെ ഫോക്കസ് അതിലാണ്. ഇതിൽ കുറച്ച് ആളുകളെ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരാനുള്ള സാധ്യതയല്ല, എന്തായാലും വളരുമെന്നുള്ളത് തന്നെയാണ് ഓരോരുത്തരും. ഇപ്പൊ വീട്ടമ്മമാരിയ്ക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഒരു സ്വർഗമാക്കാനാണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരാള് എന്റെ ഫാമിലിയില് ഞാൻ എന്റെ ഫാമിലിയിൽ ഞാൻ ഒരാളാണ് ചേഞ്ച് ചെയ്ത് ഞാൻ ഒരാളാണ് പഠിച്ചത്. ഞാൻ 8 വർഷത്തോളമായി ഈ ഒരു കോൺസെപ്റ്റ് പഠിക്കുന്ന ഒരു വ്യക്തി. ഞാൻ ചേഞ്ച് വന്നപ്പോ എന്റെ ചുറ്റുമുള്ള ഓരോ വ്യക്തികൾക്കും മാറ്റമായി. എന്റെ ഹസ്ബൻഡ് മാറ്റമായി, എന്റെ മക്കൾക്ക് മാറ്റം വന്നു, എന്റെ ഫാമിലിക്ക് മാറ്റം വന്നു. അവരെല്ലാം അറിയാതെ അവരിരുന്ന് പഠിക്കത്തില്ല. കാരണം ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞു നടക്കുന്നത് കാരണം, പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വീട്ടിലിങ്ങനെ സംസാരിച്ച് നടക്കുന്നത്, ഈ വൈബ് അവരിലേക്ക് എത്തുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾ ഇത് അറിയണം. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും ഫാമിലിയിൽ എല്ലാ മെമ്പേഴ്സും ഉണ്ടാവത്തില്ലല്ലോ. ഓരോ ആളുകളെ എനിക്ക് തോന്നുന്നത് ഓരോരുത്തരായിരിക്കും ഉണ്ടാവുക മോസ്റ്റ്ലി. ആ ഓരോരുത്തരും ഒരു അച്ഛനുണ്ടെങ്കിൽ ആ വീട്ടിലെ എല്ലാ ആളുകളും നിങ്ങൾ അവരെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം കൂടെ ഇല്ല. നിങ്ങൾ മാറി തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ചുറ്റുമുള്ള ഓരോ സംഭവവും മാറി തുടങ്ങും. കാരണം ഞാൻ അതിന് പ്രൂവണാണ്. കാരണം ഞാൻ മാത്രമാണ് സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടി പഠിച്ചത്, വായിച്ചിരുന്നത്, സെൽഫ് ഡെവലപ്മെന്റ് ബുക്സുകൾ വായിച്ചിരുന്നത്, ഒരുപാട് കോഴ്സുകൾ ഞാൻ ചെയ്തിരുന്നത്, ഞാൻ പഠിച്ചത് എന്നിൽ ഞാൻ പഠിച്ച മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റിലേ ആയിരുന്നില്ല. എന്റെ സെൽഫ് ഡെവലപ്മെന്റ് എനിക്ക് ഡെവലപ്പ് ചെയ്യണം എന്ന ഒറ്റ കോൺസെപ്റ്റിലായിരുന്നു. എന്റെ ട്രാൻസ്ഫോർമേഷൻ, എന്റെ ബിസിനസ്സിൽ എനിക്ക് വളരണം എന്നൊരു ആ ചിന്തയിൽ പഠിച്ചു തുടങ്ങി കുറെ കഴിഞ്ഞ് എനിക്ക് അതിലേക്ക് അട്രാക്ട് ചെയ്യാൻ കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ചിന്ത വന്നത്, എന്തുകൊണ്ടാ മറ്റുള്ള ആളുകളിലേക്കും ഈ കോൺസെപ്റ്റ് പറഞ്ഞു കൊടുത്തുകൂടാ എന്നൊരു കോൺസെപ്റ്റ് എനിക്ക് വന്നതാണ്. അത് ഒരാൾക്ക് ഇമ്പാക്ട് ഉണ്ടാക്കി എനിക്ക് വളരെ ഹാപ്പിയാണ്. നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്താൻ പറ്റുമെന്ന് 100%, ഞാൻ ഈ പറയുന്നത് 100% ഉറപ്പാണ്. ഇവിടെ ഞാൻ പറഞ്ഞത്, എത്രത്തോളം നമ്മൾ വാല്യൂ കൊടുക്കുന്നുവോ അത്രത്തോളം നമുക്ക് മണി ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരിക്കും പ്രോസ്പെറിറ്റി മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തികൾക്ക്. അതുപോലെ അവരൊരിക്കലും പൈസ ചെലവാക്കുമ്പോഴോ അല്ലെങ്കിൽ പൈസ വരുമ്പോഴോ ഒരിക്കലും ഒന്നും ട്രിഗർ ചെയ്യില്ല. ഒരുപാട് പൈസ വന്നു എന്ന് വെച്ചാൽ ഓവറായിട്ടുള്ള സന്തോഷം, അല്ലെങ്കിൽ പൈസ പോകുമ്പോൾ അയ്യോ എനിക്ക് എന്റെ പൈസ പോയല്ലോ എന്നുള്ള വിഷമം ഈ പ്രോസ്പെറിറ്റി മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തികൾക്ക് ഉണ്ടാകത്തില്ല. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, വെൽത്ത് ഈസ് ക്രിയേറ്റഡ് നോട്ട് ഫൗണ്ട്. വെൽത്ത് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, അത് ഭാഗ്യമല്ല. പലപ്പോഴും ചിന്തിക്കാറില്ല, ലോട്ടറി എടുക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? എനിക്ക് എപ്പോഴെങ്കിലും ഭാഗ്യം വരും എന്ന് പ്രതീക്ഷിച്ചിട്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ല, വെൽത്ത്, അവരുടെ പ്രോസ്പെറിറ്റി മൈൻഡ് സെറ്റ്, ഇത് റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത് എന്താണെന്നറിയാവോ? അത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ലോ ഓഫ് അട്രാക്ഷനിൽ എന്താണ് പറയുന്നത്? എനിക്ക് പൈസ ലഭിക്കും എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പൈസ വരുന്നതാണ്, അല്ലെ? ആക്ച്വലി നമ്മുടെ പൈസ ലക്കിന് ചിന്തിച്ചിട്ടായിരിക്കില്ല ഈ വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒരിക്കലും ലക്ക് എന്ന് ചിന്തിക്കരുത്. വെൽത്ത് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ അലൈൻ പൊസിഷനിലേക്ക് എത്തുമ്പോൾ നിങ്ങളിലേക്ക് വെൽത്തിന്റെ സാധ്യതകൾ വന്നു തുടങ്ങും, ഓപ്പർച്യൂണിറ്റീസ് കണ്ടു തുടങ്ങും. ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ അലൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളും നമ്മുടെ മൈൻഡ് സെറ്റ്, ചിന്തകൾ, വിശ്വാസങ്ങളൊക്കെ മാറി തുടങ്ങുമ്പോൾ നമ്മുടെ മുന്നിൽ വെൽത്തിനെ ബേസ് ചെയ്തിട്ടുള്ള സാധ്യതകൾ നമ്മൾക്ക് ഇവിടെ കണ്ടുപിടും. അഫർമേഷൻസുകളൊക്കെ പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഇപ്പൊ ഒരു കരിയർ, ജോലി വേണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്തായിരിക്കും? എനിക്ക് ഇന്ന ടൈപ്പ് ഓഫ് ജോലി വേണം, എനിക്ക് ഇത്ര സാലറി വേണം, അതിനുള്ള ഞാൻ ക്വാളിഫൈഡ് ആണെന്ന ഉള്ളിൽ വിശ്വാസം ഉണ്ടാവും. ആ വിശ്വാസത്തിൽ അവർ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഇവിടെ ആ ജോലിയുടെ സാധ്യതകൾ നമ്മുടെ ഈ പ്രകൃതിയിൽ കാണാൻ തുടങ്ങും. അപ്പൊ നമ്മൾ കയറി ആക്ട് ചെയ്യണം, ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കാതെ ഇല്ല അത് വന്ന് തന്നോട്ടെ എന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, യൂണിവേഴ്സ് എനിക്ക് ഇങ്ങോട്ട് നേരിട്ട് ജോലി ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നിട്ട് ഞാൻ ചെയ്യാം. നോ, ഒരിക്കലും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ വരുന്ന? ഒരിക്കലും വരില്ല.
ഇൻസ്പയർഡ് ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കണം. ഇന്ന് മുതൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് അധികം ചെയ്യാം, എനിക്ക് മണി ജനറേറ്റ് ചെയ്യാൻ ചിന്തിക്കണം. എന്ത് എനിക്ക് മണി ഉണ്ടാക്കാൻ ചെയ്യാം. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്യും. നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സാധ്യതകൾ ഇവിടെ കാണാൻ കഴിയും. ആ സാധ്യതകൾക്കനുസരിച്ചിട്ട് നമ്മൾ ആക്ഷൻ എടുക്കണം. ഇപ്പോ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു വ്യക്തി ചിന്തിക്കുകയാണ്, ഐ എം പെർഫെക്റ്റ്ലി ഹെൽത്തി. ഓക്കെയാണ്, നമ്മുടെ മൈൻഡ് സെറ്റിൽ ഐ എം പെർഫെക്റ്റ്ലി ഹെൽത്തി ആണ്. ആ ഹെൽത്തി ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കരുത്. ഹെൽത്തി ഫുഡുകൾ കഴിക്കാൻ ഇഷ്ടപ്പെടണം. എല്ലാം ആ അലൈൻഡ് ആയിട്ട് വരുമ്പോൾ അതിനുള്ള ചിലപ്പോൾ ഒരുപാട് സിവിയർ ആയ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള വ്യക്തികളുടെ മുന്നിൽ അതിന് സാധ്യതയുള്ള ഡോക്ടേഴ്സിനൊക്കെ നമുക്ക് അതിങ്ങൾക്ക് സുഹൃത്തുക്കൾ പറയും ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ശരിയും. അപ്പൊ നമുക്കത് കാണാണ്. പക്ഷേ എനിക്ക് കാണിച്ചു എന്നാണ് നമ്മൾ ചിന്തിക്കുക, അല്ലെ? കാണിച്ചു തന്നു. അവിടെ പോകുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ പോകുമ്പോൾ ചികിത്സിക്കുന്നു. നമ്മുടെ ആ ചികിത്സിക്കാൻ നമ്മൾ പോകണം. അതാണ് ആക്ഷൻ. മനസ്സിലായോ? ആക്ഷൻ എടുക്കണം നമ്മൾ. ആക്ഷൻ എപ്പോഴും ആക്ഷനാണ് ആളുകൾ മറന്നു പോകുന്നത്. എല്ലാവരും നമ്മൾ അഫർമേഷൻസ് ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ വിശ്വാസങ്ങളെല്ലാം നമ്മൾ അലൈൻഡ് ആയിട്ട് വരും. അലൈൻഡ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റും അലൈൻഡ് ആവുമ്പോൾ നമ്മളിലേക്ക് സാധ്യതകൾ ഇവിടെ കാണാൻ പറ്റും. ആ സാധ്യതകൾ നമ്മൾ കയറി പിടിക്കണം. ആക്ഷൻ എടുക്കണം നമ്മൾ. മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് വെൽത്ത് ഈസ് ക്രിയേറ്റഡ് നോട്ട് ഫൗണ്ട് എന്ന് പറയുന്നത്. വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓരോരുത്തർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റും. 100% വിശ്വസിക്കാം. നമ്മൾക്ക് അത് നമ്മളിലേക്ക് മനസ്സിലേക്ക് പറയണം. നിങ്ങൾ ഇതൊരു അഫർമേഷൻ പോലെ പറഞ്ഞു, വെൽത്ത് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് വെൽത്ത് എന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്, പ്രോസ്പെരിറ്റി മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തി എപ്പോഴും വിശ്വസിക്കും. അവരെന്നും വിശ്വാസമാണ് അവരുടെ ഉള്ളിൽ. ഒരിക്കലും ഒന്നിനെ അവിശ്വസിച്ച് കഴിഞ്ഞാൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ നടക്കില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ കാര്യമായിട്ട് അഫർമേഷൻസ് പറയണം. ഞാൻ എന്റെ വെയിറ്റിന്റെ കാര്യം പറയാം. വെയിറ്റ് ലോസ്. എന്റെ വെയിറ്റ് ഇത്ര kg ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അഫർമേഷൻസ് പറയണം. ഞാൻ പെർഫെക്റ്റ്ലി ഹെൽത്തി ആണെന്നൊക്കെ പറയുന്നു. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ പറയുന്നു, ഞാൻ എങ്ങനെയാ, എനിക്ക് എന്റെ വെയിറ്റ് ഒക്കെ കുറയും, ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പൊ വെയിറ്റ് കുറയും. ഈ വിശ്വാസക്കുറവ് വന്നാൽ ഇത് നടക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെയാണ് മണി. മണി എന്നിലേക്ക് ഫ്ലോ ചെയ്യുന്ന 100% എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വെൽത്ത് എന്ന കോൺസെപ്റ്റിലായിരിക്കണം നിങ്ങൾ ഇരിക്കേണ്ടത്, എന്ന വിശ്വാസത്തിലായിരിക്കണം. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് മണി നമ്മളിലേക്ക് ഫ്ലോ ചെയ്തു തുടങ്ങും. നിങ്ങൾ ആക്ഷൻ എടുക്കുകയും വേണം. ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നുണ്ട്, എന്താണോ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യേണ്ടത്, നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഓപ്പർച്യൂണിറ്റീസിലേക്ക് നിങ്ങൾ ആക്ഷൻ എടുക്കണം. ഇന്നു മുതൽ നിങ്ങൾ ആലോചിക്കണം, ഞാൻ ആക്ഷൻ ടേക്കർ ആണ് എന്ന് നിങ്ങൾ ഉള്ളിൽ പറയണം. നിങ്ങളുടെ ഉള്ളിൽ ഞാൻ ആക്ഷൻ എടുക്കുന്ന ആളുകളാണ്. ആക്ഷൻ എടുക്കാതെ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കണം എന്ന് ചിന്തിക്കുന്നു, ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ക്ലാസ്, എനിക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ ഷംന മാം എന്റെ അടുത്ത് പറഞ്ഞു, രേഖ ഒരു ക്ലാസ് എനിക്ക് എടുക്കാമോ ചോദിച്ചു. ഞാൻ എന്ത് പറയണം? ഞാൻ യെസ് എന്ന് പറഞ്ഞിട്ട് ആക്ഷൻ എടുക്കാൻ അതിനുവേണ്ടി വർക്ക് ചെയ്യണം. അല്ലാതെ ഇവിടെ എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ചിന്തിച്ചു എനിക്ക് ക്ലാസ് എടുക്കണം എന്ന് ചിന്തിച്ചു. എവറിത്തിങ് ഇസ് ഓക്കെ. എല്ലാം അലൈൻഡ് ആയിട്ട് വന്നു. ഇവിടെ എത്ര ആളുകൾ വന്നു, എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ ഞാൻ ആക്ഷൻ എടുക്കണം. ഞാൻ നിങ്ങളോട് സംസാരിക്കണം. ഇതാണ് ഞാൻ പറയുന്ന ആക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? എപ്പോഴും ആലോചിക്കുക, ആക്ഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കോർ ആയിട്ടുള്ള ചില വിശ്വാസങ്ങൾ. ഇന്നലെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആളുകൾ തന്നെയാണോ എന്നെന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. ഈ സ്കാർസിറ്റി, ഇല്ലായ്മയുടെ മനസ്സുള്ള ആളുകളുടെ വിശ്വാസം എന്താണെന്നറിയോ? പൈസ ഉണ്ടാക്കാൻ വളരെ ഹാർഡാണ് എന്നാണ്. പൈസ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ, പണ്ട് കാലങ്ങളിൽ നമ്മളുടെ പാരന്റ്സ് പൈസ ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്നത് കണ്ടു വളർന്ന നമ്മളായതുകൊണ്ടാണ് ആ ഒരു കോൺസെപ്റ്റ് വരുന്നത്. എന്റെ പാരന്റ്സും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിനുശേഷമാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്, പൈസ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ ഞാൻ എന്റെ അച്ഛനോടൊക്കെ പറയാറുണ്ട്, പൈസ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞിട്ട് അച്ഛനും എന്റെ അച്ഛനും ഒരു ബിസിനസ്മാൻ ആണ്. അപ്പൊ അച്ഛൻ ഓൾറെഡി ആ കോൺസെപ്റ്റിലേക്ക് അച്ഛൻ വരുന്നു. അദ്ദേഹം 75 ഇയേഴ്സ് ആണ്. പക്ഷെ ആ 75 ഇയേഴ്സിലും ആക്ഷൻ ടേക്കർ ആണെന്നുള്ളതാണ്. 4 o'clock എഴുന്നേൽക്കും, ചിന്തിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്നെ ആലോചിക്കാറുണ്ട്, ഹെൽത്തി ആണ്, 75 ഇയേഴ്സിലും ഹെൽത്തി ആണ്. എന്താ പറയാ, 4 മണിക്ക് എണീക്കും, 7:30 വർക്കിലേക്ക് ഇറങ്ങും. വർക്കിലേക്ക് ഇറങ്ങുന്ന വെച്ച് കഴിഞ്ഞാൽ, എന്റെ അച്ഛന് മാംഗോസ് ആണ് മെയിൻലി, മാവിൻ തോട്ടാണ്. ആ തോട്ടത്തിൽ നിന്ന് മാംഗോസിന്റെ വർക്ക് കാര്യങ്ങൾ അതിനെ പ്ലക്ക് ചെയ്തിട്ട് ഡൽഹി, ബോംബെ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യും. എക്സ്പോർട്ട് നടത്തേണ്ട ബോംബെക്കും ഡൽഹിക്കൊക്കെയാണ് അയച്ചു കൊടുക്കുന്നത്. ആ ബിസിനസ് അദ്ദേഹം ചെയ്യുന്നത് 75 ഇയേഴ്സിലാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം ആക്ഷൻ ടേക്കർ ആയതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇപ്പൊ ചിന്തിക്കുന്നു, മണി ഉണ്ടാക്കാൻ എളുപ്പമാണ്.
അപ്പൊ അദ്ദേഹത്തിന് അബണ്ടൻസ് വന്നു തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഏജ് ലിമിറ്റ് അല്ല എന്ന് പറയാൻ ഉറപ്പായിട്ട് പ്രൂവ് ആയതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഞാൻ എന്റെ പാരന്റ്സിൽ കാണുന്ന കാര്യമാണ്. അത് അവർ അറിഞ്ഞോ അറിയാതെയോ ഈ കോൺസെപ്റ്റ്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ കേൾക്കാറുണ്ട്. അതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഓൾറെഡി അവരുടെ ഉള്ളിലുണ്ട് അത്. ആ ഒരു ഡ്രൈവ് ഉണ്ട് ഉള്ളിൽ. നിങ്ങൾ ഇവിടെ ഓരോരുത്തരും 75 വയസ്സായ ആളത്തിലുണ്ടോന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയാണ്, മനസ്സിലാക്കുക, ഏജ് ഒരു പൈസ ഉണ്ടാക്കാൻ ഏജ് ലിമിറ്റ് അല്ല. ഇവിടെ 75 ഇയേഴ്സ് ഉള്ള ആളുണ്ടോ? ഉണ്ടോ? ഒന്ന് പറയാവോ? ആർക്കെങ്കിലും ഒന്ന് പറയാവോ? 75 ഇയേഴ്സ് ഉള്ള ആളുണ്ടോ ഇവിടെ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അനിൽകുമാർ 75 അല്ല 70. 70 ആണ്. Yes, 72. 72. 72. അപ്പൊ മനസ്സിലാക്കണം, ഏജ് ലിമിറ്റ് അല്ല. കാരണം എന്റെ അച്ഛന്റെ കാര്യം ഞാനിവിടെ പറഞ്ഞേ, മനസ്സിലാവുന്നുണ്ടോ? എന്റെ പാരന്റിന്റെ കാര്യമാണ് പറഞ്ഞ. ഏജ് ഒരു ലിമിറ്റ് അല്ല. 75 ഇയേഴ്സിലും വളരെ യങ്ങായിട്ട്. ഇപ്പോ ഈ കഴിഞ്ഞ ആദ്യം ആള് മേടിച്ച വണ്ടി ഫോർഡ് ആയിരുന്നു. ഫോർഡിന്റെ അതിനുശേഷം ഇപ്പൊ മേടിച്ച MG മാറ്റി. ഇനി ചിന്തിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചിന്തിക്കുകയാണ് ബെൻസ് മേടിക്കണമെന്ന്. ഞാൻ ആലോചിക്കുകയാണ്, അച്ഛൻ ചിന്തിക്കുകയാണ്. ഇതൊന്നും അച്ഛൻ സ്വയം എന്താ പറയാ, ഏറ്റവും താഴെ നിന്ന് മുകളിലേക്ക് വന്ന വ്യക്തിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് സാധിക്കും, എല്ലാവർക്കും സാധിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. പക്ഷെ ആക്ഷൻ എടുക്കാൻ ഇന്നു മുതൽ നമ്മൾ തയ്യാറാവണം, ആക്ഷൻ എടുക്കാൻ. അപ്പോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മണി ഈസ് ഹാർഡ് ടു ഏൺ എന്നാണ്. ഇല്ലായ്മയുടെ മനസ്ഥിതിയുള്ള വ്യക്തികളുടെ നിങ്ങളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ടേൺ ചെയ്യണം. പ്രോസ്പെരിറ്റി എന്ന ഒരു കോൺസെപ്റ്റിൽ വരികയാണെങ്കിൽ മണി ഈസ് ഫ്ലോസ് ടു മീ വിത്ത് ഈസ്. വളരെ ഈസി ആയിട്ട് എന്നിലേക്ക് മണി വരും എന്ന കോൺസെപ്റ്റ് ആയിരിക്കണം ഇന്നു മുതൽ. ഇവിടെ എന്നെ കേട്ടിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ എന്തായിരിക്കണം? മണി വളരെയധികം ഈസി ആയിട്ട് എന്നിലേക്ക് വരും എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത്തത്, ഐ എം നോട്ട് ഗുഡ് ഇനഫ്. എപ്പോഴും തോന്നാറുണ്ട് ഞാൻ അത്ര ഗുഡ് ഒന്നും അല്ല. ചില വീട്ടന്മാർ ശ്രദ്ധിക്കും, ഞാൻ അത്ര ഗുഡ് ഒന്നും അല്ല, എനിക്കൊക്കെ എന്തെന്ന് ഇനി ചെയ്യാൻ എന്നൊക്കെ ചിന്തിക്കും. നോ, അങ്ങനെയല്ല. ഐ എം വർത്തി ഓഫ് അബണ്ടൻസ്. ഞാൻ സമൃദ്ധിക്ക് അർഹനാണ് എന്ന ചിന്തയിലായിരിക്കണം ഈ മൈൻഡ് സെറ്റിലെ വ്യക്തികളുടെ ഉള്ളിൽ വരേണ്ടത്. നിങ്ങളിത് പറഞ്ഞു നടക്കണം. എങ്ങനെ ഈ വിശ്വാസങ്ങൾ വരിക? ഞാൻ ഇന്നലെ പറഞ്ഞു തന്നിരുന്നു എങ്ങനെയാണ് ഈ വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിലേക്കായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് പറയുന്നു അത് നമ്മളിലേക്ക് എന്താ ഉണ്ടാവുക? അത് നമ്മളിലേക്ക് നമ്മുടെ വിശ്വാസങ്ങളെ അടിച്ചുറപ്പിക്കുകയാണ് റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ. കാരണം മുൻപേ ഇല്ലായ്മയുടെ വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതുണ്ടായതും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും നമ്മുടെ ഉള്ളിൽ കിടന്നുകൊണ്ട് ചെറുപ്പം മുതൽ നമ്മൾ കേട്ടും വളർന്നുകൊണ്ടാണ് ആ വിശ്വാസങ്ങൾ. അതിന് തന്നെ അതേ സെയിം പ്രോസസ് നല്ല വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് റിപ്പീറ്റഡ് ആയിട്ട് കയറ്റുക. ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റ്. ഈ സ്കേർസിറ്റി മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അവർക്ക് സാധ്യതകൾ കാണാൻ കഴിയില്ല. ഇവിടെ കാണുന്ന ഈ പ്രപഞ്ചത്തില് ആലോചിച്ചിട്ടുണ്ടോ? ഈ പ്രകൃതിയില് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഒരു തുണിക്കട സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു നമ്മൾ. എന്താ ചിന്തിക്കാന്നറിയോ? അയ്യോ, ഇവിടെ എത്ര തുണിക്കടയാണ്, ഇനിയിപ്പോ എന്റെ മക ഒരു തുണിക്കട വേണോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയാണോ? അല്ല. ഈ പ്രകൃതിയില്, ഈ യൂണിവേഴ്സില് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് അബണ്ടന്റ് ആണ് എന്ന മൈൻഡ് സെറ്റ് വേണം. ഞാൻ എവിടെ ചെയ്താലും വിജയിക്കും. ഇവിടെ ലിമിറ്റ് ആണെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റ് ആയിരിക്കും. കാരണം അവർക്ക് കാണാൻ കഴിയത്തില്ല. അവരുടെ മൈൻഡ് സെറ്റിൽ എന്താ പറയുക, അയ്യോ ഇനിയിപ്പോ ഞാനും കൂടെ തുടങ്ങിയിട്ട് ഇനിയിപ്പോ എങ്ങനെ വിജയിക്കാനാണ്? വിജയിക്കുകയില്ല. ഞാൻ തുടങ്ങിയാൽ എന്തായാലും വിജയിക്കും എന്ന വിശ്വാസം. കാരണം അവരുടെ പ്രോസ്പെരിറ്റി മൈൻഡ് സെറ്റിലെ വ്യക്തികൾക്ക് എന്താണെന്ന് അറിയാം, ഇവിടെ ധാരാളമാണ്, ഞാൻ എത്ര എടുത്താലും തീരാത്ത അബണ്ടൻസ് ഈ പ്രകൃതിയിലുണ്ട് എന്ന വിശ്വാസമുള്ള ആളുകളായിരിക്കും പ്രോസ്പെരിറ്റി മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തികൾ. അതുകൊണ്ടാണ് ഇതിലുള്ള വിശ്വാസം, കോർ ബിലീഫ് എന്ന് പറയുന്നത്, സ്കാർസിറ്റിയുടെ കോർ ബിലീഫ് എന്ന് പറയുന്നത് ലിമിറ്റേഷൻസ് ആയിരിക്കും. ഇവിടെ ലിമിറ്റേഷൻസ് ആണ്, എല്ലാത്തിലും ലിമിറ്റ് ആയിരിക്കും. അപ്പൊ ഒന്നും കാണാൻ കഴിയത്തില്ല ഈ മാനസികാവസ്ഥയുള്ള വ്യക്തി. അതുകൊണ്ടാണ് മൈൻഡ് സെറ്റിനെ ക്ലിയർ ചെയ്യാം. മൈൻഡ് സെറ്റിന് എന്തുകൊണ്ട് എത്ര പ്രാധാന്യം? ഇതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? പലപ്പോഴും എന്റെ ചില ക്ലയൻസുകൾ എന്നോട് ചോദിക്കാറുണ്ട്, മാം മൈൻഡ് സെറ്റ് മാറ്റിയോണ്ട് ഇതൊക്കെ മാറും. ഞാൻ പറയും, മൈൻഡ് സെറ്റ് മാറ്റിയോണ്ട് മാറുന്നില്ല, നിങ്ങൾ അലൈൻഡ് ആവുന്ന അവിടെ. പക്ഷെ ആക്ഷൻ എടുക്കാതെ നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ വരില്ല എന്ന് പറഞ്ഞാൽ. കാരണം ഞാൻ ഓരോരുത്തരും എനിക്ക് ആക്ഷൻ എടുപ്പിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എനിക്ക് ഫീൽ. കാരണം ഞാൻ എന്റെ ലൈഫിൽ അങ്ങനെയാണ് ചെയ്ത് എന്നിലേക്ക് മണി. ഞാൻ ബിസിനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിച്ചിരുന്നു. എന്റെ ബിസിനസ്സിൽ ഞാൻ അരി, കോക്കനട്ട്, ഒരുപാട് പ്രോഡക്ട്സ് എനിക്കുണ്ട്. ആദ്യം ഒരു പ്രോഡക്റ്റ് അത് ഞാൻ ചെയ്തതോടുകൂടി എനിക്കും മണി ഫ്ലോ വന്നു തുടങ്ങി. എന്റെ
ഹസ്ബൻഡും ബിസിനസ്മാനാണ്. അദ്ദേഹം ആക്ഷൻ എടുക്കുന്നതുകൊണ്ടാണ് അതിന്ന് മണി ഫ്ലോ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആക്ഷൻ പക്ഷെ അലൈൻഡും ആയിരിക്കണം. നമ്മുടെ മനസ്സിൽ എന്തും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എന്നിലേക്ക് അബണ്ടൻസിന്റെ ഫ്ലോ വരും എന്ന വിശ്വാസം ഉള്ളിൽ കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ സാധ്യതകൾ കാണും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഇവിടെ പോസിബിലിറ്റീസ് എന്ന് പറയാനുള്ള ഒരു കാരണം. കോർ ബിലീഫ്, പ്രോസ്പെരിറ്റി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ സ്കേഴ്സിറ്റിയിൽ നിന്ന് പ്രോസ്പെരിറ്റിയിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്? അതിന് 5 സോൾഫുൾ ഷിഫ്റ്റ് എന്ന് പറയാം. സോൾഫുൾ ഷിഫ്റ്റ്, നമ്മുടെ സോൾഫുൾ ആയിട്ടുള്ള ഷിഫ്റ്റ് എന്താണ്? ആദ്യം മനസ്സിലാക്കണം, അവയർനെസ് ആണ് വേണ്ടത്. അവയർനെസ് പറഞ്ഞാൽ എന്താണ്? അവയർ, ഞാൻ ഏത് മാനസികാവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു എഴുതണമെന്ന്. നിങ്ങളുടെ ഇല്ലായ്മ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇല്ലായ്മ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, ഞാൻ ഇങ്ങനെയാണ്, എന്റെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് എഴുതണം. നിങ്ങൾ ഓരോരുത്തരും എഴുതണം. എന്നാലാണ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. ഞാൻ എന്നിൽ ആദ്യം വർക്ക് ചെയ്യുമ്പോൾ, ഈവൻ ഞാൻ പറഞ്ഞുതരാം, ഒരു കാര്യം നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യണം. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ബിൽഡിംഗ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാനായിട്ട് ഞാൻ എന്റെ കോൺസെപ്റ്റിൽ പറയുന്നുള്ള ഒരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്യണം എന്ന് ചിന്തിക്കാം. അല്ലെങ്കിൽ ഒരു വീട് മേടിക്കണം എന്ന് ചിന്തിക്കാം. അപ്പൊ നിങ്ങൾ ആദ്യം അത് തടസ്സമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ എന്തൊക്കെയോ ചില വിശ്വാസങ്ങൾ അവിടെ നെഗറ്റീവ് ഉണ്ട്, ഒരു സ്കേർസിറ്റി അവിടെ ഉണ്ട്, ഒരു ഇല്ലായ്മയുടെ ഒരു ഇതുകൊണ്ടാണ് നമ്മളിലേക്ക് ഇത് വരാത്തത്. ഏതായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു ഗോള് ഒന്ന് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു കരിയറിൽ എനിക്കൊരു ജോബ്, ഇന്ന ജോബ് വേണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് എന്നിലേക്ക് വരാത്തത് വരുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അഫർമേഷൻസ് ഒക്കെ പറയും, നിങ്ങൾ മനസ്സിലാക്കണം എന്തോ ഒരു നെഗറ്റീവ് വിശ്വാസം എന്റെ അതിലുണ്ട്. അത് എന്താണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ട്? അതിനാണ് ഞാനിവിടെ അവയർനെസ് എന്ന് പറഞ്ഞത്. പൈസ നിങ്ങളിലേക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ചില വിശ്വാസങ്ങൾ നെഗറ്റീവ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ആ നെഗറ്റീവ് വിശ്വാസങ്ങൾ എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അത് എഴുതണം. എന്താണ് എന്റെ കരിയർ എനിക്ക് നല്ല ജോലി ലഭിക്കാത്തത്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ലെവലിലേക്ക് എത്താൻ, എനിക്ക് ഇന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തത്, ഇന്ന വീട് എനിക്ക് മേടിക്കാൻ പറ്റാത്തത്, എന്നിലേക്ക് ഇന്ന ക്യാഷ് വരാത്തത് എന്തുകൊണ്ടാണ് എന്ന്, എന്ത് നെഗറ്റീവ് വിശ്വാസമാണ് അതിൽ കിടക്കുന്നത് എന്ന് അവെയർ ആവുക. എഴുതുക തന്നെ വേണം. ഞാനൊക്കെ എഴുതുക ചെയ്യാം. കാരണം എഴുതും. എന്തെങ്കിലും ഒന്നും നടക്കുന്നില്ല, നമ്മളൊരു ടെക്നിക്സുകളൊക്കെ ചെയ്യുമല്ലോ. ഇപ്പൊ പറയുന്ന പോലെ എന്ന് കഴിഞ്ഞാൽ ടെക്നിക്സുകൾ കുറച്ച് കുറവാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ അത് എന്തുകൊണ്ടാണ് കുറവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അലൈൻഡ് ആകുമ്പോൾ നമ്മൾ ചിന്തിച്ചു വിടുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വരും. അപ്പൊ നമ്മൾ ഇരുന്ന് ടെക്നിക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി ടെക്നിക്സിനല്ല ഇമ്പോർട്ടൻസ്. ഞാൻ ഇന്നും പറയുന്ന ടെക്നിക്സിനല്ല എനിക്ക്. പക്ഷെ ടെക്നിക്സ് ഇമ്പോർട്ടൻസ് ആവുന്നത് എപ്പോഴാണെന്നറിയാവോ? നമ്മൾ അലൈൻഡ് ആവുക എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസങ്ങൾ നല്ല വിശ്വാസങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഒരു വീട് ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഇപ്പൊ ഒരു വീട് മേടിക്കാൻ ആഗ്രഹിച്ചു. അതിലെ വിശ്വാസങ്ങൾ വളരെ മോശം വിശ്വാസങ്ങളാണ്. അയ്യോ, എനിക്കിതിന് എങ്ങനെ പൈസ വരും, അല്ലെങ്കിൽ ഞാൻ ഇത് ലോൺ എടുത്താൽ എനിക്കിത് അടയ്ക്കാൻ പറ്റുമോ, ഇങ്ങനെ ഒരുപാട് അതിലേക്കുള്ള വിശ്വാസക്കുറവുകൾ വരുമ്പോൾ അത് നമുക്ക് ബ്ലോക്കാണ്. അതാണ് ഈ ബ്ലോക്ക് എന്ന് പറയുന്നത്. ആ നെഗറ്റീവ് വിശ്വാസങ്ങളെ എടുത്തു മാറ്റിയിട്ട് എന്നെ കൊണ്ട് സാധിക്കും, ഞാൻ അതിന് ഏബിൾ ആണ്, എനിക്ക് യൂണിവേഴ്സ് ഇതിന് കൊണ്ടുവന്ന് തരും എന്ന നല്ല വിശ്വാസങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഇന്നലെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇല്ലായ്മയുടെ എന്തൊക്കെ വിശ്വാസങ്ങളുണ്ടോ ആ വിശ്വാസങ്ങളൊക്കെ എടുത്ത് എഴുതുക. അതാണ് ഈ അവയർനെസ് എന്നൊരു കോൺസെപ്റ്റ് പറയുന്നത്. രണ്ടാമത്തെ പറഞ്ഞത് ഇതാണ് റിലീസ് ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് വെച്ചാൽ ഈ ലിമിറ്റിംഗ് ബിലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ചില വിശ്വാസക്കുറവുകൾ ഉണ്ടാവും. ആ വിശ്വാസക്കുറവുകളെ റിലീസ് ചെയ്യണം. എങ്ങനെയാ റിലീസ് ചെയ്യുന്നതെന്ന് പറയാം. നമ്മൾ ആദ്യം എഴുതുക എന്തൊക്കെയാണോ വിശ്വാസക്കുറവുകൾ, ആ കുറവുകളെ എഴുതിയിട്ട് നല്ല വിശ്വാസങ്ങൾ എഴുതുക, മാറ്റി എഴുതുക. ഇപ്പൊ എനിക്ക് വീട് വാങ്ങിക്കാനുള്ള അർഹത ഇല്ലെങ്കിൽ ഞാൻ അതിനൊന്നും വರ್ತല്ല. ഞാൻ നേരെ തിരിച്ചെന്താ എഴുതണ്ടേ? ഞാൻ വർത്തിയാണ്, ഞാൻ ഈ അബണ്ടൻസിന് വർത്തിയാണ്, എന്നിലേക്ക് പൈസ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്, എന്നിലേക്ക് അബണ്ടൻസ് വന്നുകൊണ്ടേയിരിക്കുന്നു, എന്റെ ലൈഫ് ലക്ഷൂറിയസ് ആണ് എന്ന നല്ല ബിലീഫ് വിശ്വാസങ്ങൾ കൊടുക്കുക. എന്നിട്ട് ഈ എഴുതി വെച്ചിട്ടുള്ള നെഗറ്റീവ് ബിലീഫുകളെ എന്ത് ചെയ്യണം? കത്തിച്ചു കളയുക. ഇതൊരു NLP ടെക്നിക്കാണ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൽ കിടക്കുന്ന ഒരു ടെക്നിക്. പവർഫുൾ ആയിട്ട് ഇതൊരു ടെക്നിക്കാണ്. ഇന്ന് ഞാൻ 3 ടെക്നിക്കായി ഇപ്പൊ പറയുന്നു, ശ്രദ്ധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഴുതി കത്തിച്ച് കളയുക. നിങ്ങളുടെ എന്തൊക്കെ നെഗറ്റീവ് വിശ്വാസങ്ങളുണ്ടോ നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. എല്ലാം എഴുതി കത്തിച്ച് കളയുക. ഒന്നില് സിങ്കില് നമ്മൾ പാത്രം കഴുകുന്ന സിങ്കില് കത്തിച്ച് എല്ലാ വിശ്വാസക്കുറവുകളുണ്ട്, പൈസ വരുന്നതിൽ എന്നിലുള്ള നെഗറ്റീവ് വിശ്വാസങ്ങൾ എഴുതുക. നേരെ അതിന്റെ ഓപ്പോസിറ്റ് നല്ല വിശ്വാസങ്ങൾ എഴുതി വെക്കുക. ശേഷം ഈ മോശമായിട്ടുള്ള നെഗറ്റീവ് വിശ്വാസങ്ങളെ
കത്തിച്ച് സിങ്കിൽ തുറന്ന് വെള്ളം ഒഴിച്ച് കളയാം. എന്നിട്ട് ആലോചിക്കാം, ഐ എം നോ ഫ്രീ. ഇപ്പൊ ഞാൻ വളരെയധികം ഫ്രീ ആണ്. ഞാൻ വളരെ അധികം ഫ്രീ ആണ്. എന്നിൽ പുതിയ വിശ്വാസങ്ങൾ നിറഞ്ഞു എന്ന വിശ്വാസത്തോടു കൂടെ നമ്മൾ ഇരിക്കുക. നമ്മളുടെ വിശ്വാസം മാറ്റിയാൽ മാത്രമാണ് നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുക. കാരണം നമ്മൾക്കറിയാം, ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുമെന്ന് 100% നമ്മൾക്കറിയാൻ പറ്റുന്ന കാര്യമാണ്. ഉറപ്പല്ലേ? അപ്പോ നെക്സ്റ്റ് കോൺസെപ്റ്റ് പറയാം. അതാണ് ഞാൻ പറഞ്ഞത്, റീറൈറ്റ് യുവർ പ്രോസ്പെരിറ്റി ട്രൂത്ത്. പ്രോസ്പെരിറ്റി ട്രൂത്തിനെ റീറൈറ്റ് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല വിശ്വാസങ്ങളെ എഴുതുക എന്ന്. 4ാമത്തെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത് പ്രാക്ടീസ് ഡെയിലി പ്രോസ്പെരിറ്റി റിച്വൽസ്. എന്താണ് ഈ പ്രോസ്പെരിറ്റി റിച്വൽസ്? റിച്വൽസ് എന്ന് പറയുന്നത് എന്താണ്? ഡെയിലി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ് പെർഫെക്റ്റ് ആണ്. അതുപോലെ ജേർണലിംഗ് വളരെ നല്ലതാണ്. കാലത്ത് എണീച്ച് നിങ്ങൾക്ക് കാലത്താണ് ഏറ്റവും ബെസ്റ്റ് ടൈം എഴുതുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ചെയ്യാം. ജേർണലിംഗ് എങ്ങനെ ചെയ്യാം? നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എഴുതുക. ഒരു 5 കാര്യങ്ങൾ ലഭിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള കാര്യങ്ങളെങ്ങനെ നന്ദി പറഞ്ഞ് എഴുതുക. എന്തൊക്കെയുണ്ടോ അത്. പിന്നെ അഡ്വാൻസ് ലെവലിൽ എഴുതുക വെച്ചാൽ എന്തൊക്കെ ഇനി വേണം, 5 വേണ്ട കാര്യങ്ങളും എഴുതുക. ഓൾറെഡി മുൻകൂട്ടി നന്ദി പറഞ്ഞ് എഴുതുക. ഇപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ എനിക്ക് ഒരു കാർ മേടിക്കണം. ഇപ്പൊ മേടിച്ചിട്ടില്ല, മേടിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എങ്ങനെ അഡ്വാൻസിൽ എഴുതും? എനിക്ക് ഓൾറെഡി ഞാൻ ഇന്ന കാർ, ഇപ്പോ എന്താ പറയാ, റേഞ്ച് റോവർ ആണെങ്കിൽ ഞാനൊരു വൈറ്റ് റേഞ്ച് റോവർ മേടിച്ചതിന് നന്ദി എന്ന് ഓരോന്നും എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് അഡ്വാൻസ്ഡ് ആയിട്ട് എഴുതുക. നിങ്ങൾക്ക് വേണ്ട ഓരോരുത്തർക്കും വ്യത്യസ്ത കാര്യങ്ങളായിരിക്കും. 5 കാര്യങ്ങൾ വേണ്ടതും എഴുതുക, 5 കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് എഴുതുക എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ എഴുതുക. നമുക്ക് എന്തൊക്കെ ഇന്ന് ജീവിതത്തിലുണ്ട്? ആരോഗ്യമുണ്ട്, അല്ലെ? ആരോഗ്യമുണ്ട്. നമുക്ക് ലഭിച്ച ഭക്ഷണത്തിന് എന്തൊക്കെയാണോ നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ, ഇപ്പൊ ഉള്ള ജോലിക്ക് നന്ദി പറഞ്ഞ് എഴുതുക, ഉള്ള വീടിന് നന്ദി പറഞ്ഞ് എഴുതുക, നമുക്ക് ഷെൽട്ടർ, നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾക്ക് നന്ദി പറയാം, നമ്മളെ സ്നേഹിക്കുന്ന പാരന്റ്സിന് നന്ദി പറയാം. ഇങ്ങനെ നിങ്ങൾക്ക് എന്താണോ തോന്നുന്ന 5 കാര്യങ്ങൾ. ഈ ജേർണലിംഗ് വളരെയധികം പ്രാധാന്യമാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്താണ് ഈ പ്രോസ്പെരിറ്റി റിച്വൽസ്? ഇതൊരു റിച്വൽ പറഞ്ഞു. ഗ്രൗണ്ടിങ് ഒരു റിച്വൽ പറഞ്ഞു. ഗ്രൗണ്ടിങ് എന്ന് വെച്ചാൽ പ്രകൃതിയിലൂടെ നേച്ചർ വാക്ക് ചെയ്യാം. നമ്മുടെ റൂട്ട് ചക്ര ഓപ്പൺ ചെയ്യാൻ, വളരെ മൂലാധാരം ഓപ്പൺ ചെയ്യാൻ വളരെ അധികം സഹായിക്കും. റൂട്ട് ചക്രയും മണിയും വളരെ കണക്റ്റഡ് ആണ്. അപ്പൊ അത് ചെയ്യാം. 3ാമത്തെ റിച്വൽ കൂടെ പറഞ്ഞുതരാം. നമ്മൾ കുളിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ട് കുളിക്കാൻ ശ്രമിക്കാം. എന്തെങ്കിലും ഉപ്പ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നുള്ളതാണ്. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക നമ്മൾ ഫുൾ ക്ലെൻസ് ആയെന്നും, അതുപോലെ തന്നെ നമ്മളിലേക്ക് അബൻഡൻസിന്റെ ഫ്ലോ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മൾ കുളിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് 5th എന്ന് പറയുന്നത് അതാണ് ടേക്ക് അലൈൻഡ് ആൻഡ് ഇൻസ്പയർഡ് ആക്ഷൻ. അലൈൻഡ് ആയിട്ടിരിക്കാൻ എപ്പോഴും ശ്രമിക്കാം. നമ്മൾ അഫർമേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് കാലത്ത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഭക്ഷണമൊക്കെ എന്താ പറയാ, ഇപ്പോ നല്ല ഹെൽത്തി ആവണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി അഫർമേഷൻസ് പറയണം, ഐ എം പെർഫെക്റ്റ്ലി ഹെൽത്തി, ഞാൻ ഇത്ര ബോഡി വെയിറ്റ് ആണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ ആ ദിവസം പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ജങ്ക് ഫുഡ്സ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഇരുന്ന് എന്താണ് ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുന്നു, അൺഹെൽത്തി ഫുഡുകളൊക്കെ കഴിക്കുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? നടക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മെലിഞ്ഞ് നല്ല സ്ലിം നല്ല ഹെൽത്തി ആവും നിങ്ങൾക്ക് തോന്നുന്നു? ഒരിക്കലും ആവത്തില്ല. നമ്മുടെ ആക്ഷനും ഈ അലൈൻമെന്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്നത്, നമ്മൾ ചെയ്യുന്നത് എല്ലാം ഒരേ ലെവലിലേക്ക് വരുമ്പോഴാണ് നമ്മളിലേക്ക് അട്രാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് വരുന്നത്. ആ ഹെൽത്തിലേക്ക് നമ്മൾ വരുന്നത് എങ്ങനെയാണ്? നമ്മൾ അലൈൻഡ് ആണ്. ഇതാണ് അലൈൻമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഇത് മണിയുടെ കാര്യത്തിലും. ഇപ്പൊ കരിയർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് അലൈൻഡ് ആവാന്ന് വെച്ചാൽ അവരുടെ ചിന്തകൾ എന്തായിരിക്കണം? ഏറ്റവും നല്ല കരിയർ, ഇത്ര സാലറി, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ആയിരിക്കണം, ഇന്ന സ്ഥലത്തായിരിക്കണം. അതിനുവേണ്ടി ആൾ എന്ത് ചെയ്യണം? ഇന്റർവ്യൂവിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ സ്റ്റെപ്പ് എടുക്കണം, ഇൻസ്പയർഡ് ആക്ഷൻ എടുക്കണം, സ്റ്റെപ്പുകൾ എടുക്കണം. ഇതാണ് അലൈൻമെന്റ് എന്ന് പറയുന്നത്. ഏത് കാര്യം, ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസ് എങ്ങനെ വേണം, എവിടെ വേണം, എന്ത് വേണം, എല്ലാം അതിനുവേണ്ട അഫർമേഷൻസ് എന്താണ്, അതിന്റെ നെഗറ്റീവ് ബിലീഫ് വല്ലതും ഉണ്ടോ, ആ നെഗറ്റീവ് ബിലീഫുകളെയൊക്കെ മാറ്റിയിട്ട് പുതിയ നല്ല വിശ്വാസങ്ങൾ കൊടുക്കുന്ന വരുമ്പോഴാണ് നമ്മളിലേക്ക് ഇത് അട്രാക്ട് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് എന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് പറയുന്നു, സ്കേസിറ്റി എന്ന് പറയുന്ന ആളുകൾ എപ്പോഴും ഈ ഇല്ലായ്മയുടെ മനസ്സിലുള്ള അവസ്ഥയിലുള്ള ആളുകൾ എന്താ എപ്പോഴും പറയാന്നറിയാം? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യാം, ഇന്ന് ചെയ്യേണ്ട വർക്ക് നാളത്തേക്ക് മാറ്റി വെക്കുക. സ്കേസിറ്റിയാണ്, ഇല്ലായ്മയുടെ മനസ്സാണ്. ഇന്ന് വേണ്ട, നാളെ ചെയ്യാം, കുറച്ചുകൂടി ഒന്ന് പ്രിപ്പയർ ചെയ്യാം.
ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കണം. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ കരിയറിലോ അല്ലെങ്കിൽ വീട്ടിൽ ഹൗസ് വൈഫ് ആണെങ്കിൽ വീട്ടിൽ ചെയ്യുന്ന വർക്കുകൾ നാളത്തേക്ക് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ ചെയ്യാം. ചിന്തിച്ചിട്ട് നാളത്തേക്ക് മാറ്റിവെക്കുന്ന ആളുകൾ നിങ്ങൾ മനസ്സിലാക്കി, ഇത് സ്കാർസിറ്റിയാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് ഇതുകൊണ്ട് മണി ബ്ലോക്ക് എങ്ങനെയാ വരുന്നത്? 100% ഇതെല്ലാം ബ്ലോക്കുകളാണ്. മനസ്സിലാവുന്നുണ്ടോ? ബിസിനസ് ഇപ്പൊ വേണ്ട, നമുക്ക് പിന്നീട് ചെയ്യാം, കുറച്ചുകൂടി ഞാനൊന്ന് ബിസിനസിന്റെ ടെക്നിക്സ് ഒക്കെ ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് ചെയ്യാം. 100% ഉറപ്പാണ് നമ്മളിലേക്ക് മണി ഫ്ലോ എങ്ങനെ വരും. ഇൻഫർമേഷൻസ് നമ്മൾ ആക്ഷൻ എടുക്കണം. അതിന് വേണ്ടി എന്താണ് കൂടുതൽ പ്രിപ്പയർ, ബി പെർഫെക്റ്റ്, കുറച്ചുകൂടി ഒന്ന് പെർഫെക്ഷൻ ആവട്ടെ. ചിന്തിക്കുന്ന ആളുകളുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറച്ചുകൂടി ഒന്ന് പെർഫെക്റ്റ് ആയിട്ടൊക്കെ ചെയ്യാം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതൊരു സ്കാർസിറ്റി മൈൻഡ് സെറ്റുള്ള വ്യക്തികൾ ചിന്തിക്കുന്ന ചിന്താഗതികളാണ് ഇതൊക്കെ. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോസ്പെരിറ്റി എന്താ പറയുന്നതെന്ന് അറിയാമോ? ട്രസ്റ്റ്. പ്രോസ്പെരിറ്റി മൈൻഡ് സെറ്റുള്ള വ്യക്തികൾ വിശ്വാസമുള്ള ആളുകളായിരിക്കും, ആക്ഷൻ ടേക്കേഴ്സ് ആയിരിക്കും. നാളേക്ക് നാളെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന, ഇന്ന് ചെയ്യാം, ഇപ്പൊ ചെയ്യാം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കും. അവരിലേക്ക് അബൻഡൻസ് ഫ്ലോ ചെയ്തിറങ്ങും. അതിനാണ് മൈൻഡ് സെറ്റിന് വളരെ പ്രാധാന്യം എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ് പ്രോപ്പർ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മൈൻഡ് സെറ്റ് പ്രോപ്പർ ആകുമ്പോൾ നമ്മൾ അലൈൻഡ് ആകുമ്പോൾ ഇവിടെ ഓപ്പർച്യൂണിറ്റീസുകൾ കാണാൻ കഴിയും. ആ ഓപ്പർച്യൂണിറ്റീസിനനുസരിച്ചിട്ട് ആക്ഷൻ എടുക്കുക, ആക്ഷൻ ടേക്കേഴ്സ് ആവുക. ഇന്ന് മുതൽ നമ്മൾ ആക്ഷൻ ടേക്കേഴ്സ് ആവുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് പറയാനുള്ളത്. സമയം ഞാൻ പറഞ്ഞ് സമയം 6:58 ആയി. ഓക്കെ, അപ്പോ ഇന്നത്തെ സെഷൻ ഞാൻ എൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പറഞ്ഞ 3 ടെക്നിക്സ് നിങ്ങൾ ഓർക്കുക. ഗ്രൗണ്ടിങ്, നേച്ചർ വാക്ക് നിർബന്ധമായിട്ടും ചെയ്യാൻ. നേച്ചർ വാക്ക് നമ്മളെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ പോലും റിക്കവർ ചെയ്യാൻ പറ്റും. പ്രകൃതി എന്ന് വെച്ചാൽ നമ്മളെ ആ നേച്ചറായി നമ്മൾ കണക്ഷൻ വിട്ടുപോകുന്ന ആളുകൾ. ആ ഗ്രൗണ്ടിങ് എന്ന് പറയുന്ന ഇത് ഞാൻ എന്നും ചെയ്യുന്ന കാര്യമാണ്. എനിക്ക് റിസൾട്ട് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇൻഡ്യൂഷൻസ് പോലും ഉണ്ടാവാറുണ്ട്, നമ്മുടെ ഉള്ളിൽ ഇൻഡ്യൂഷൻസ് ഉണ്ടാവാറ്. നമുക്ക് എന്ത് ചെയ്യണമെന്ന് യൂണിവേഴ്സ് നമ്മളിലേക്ക് പറഞ്ഞു തരും. പക്ഷെ അതിനു വേണ്ടി നിങ്ങൾ കാല് ചെരുപ്പിടാതെ നടക്കുക. ആ നടക്കുന്ന സമയത്ത് വാക്കിംഗ്, ടോക്കിംഗ്, അഫർമേഷൻ. ഇന്ന് ഞാൻ പറഞ്ഞ ഒരു റിച്വൽ ആണ് വാക്കിംഗ് ടോക്ക്. നടന്ന് പറയുക. ഓരോന്നിനും, കാണുന്ന ഓരോ സാധനങ്ങൾക്കും കൈകൾ നിവർത്തി, കൈകൾ ഒത്തിരി ഇങ്ങനെ വൈഡായി പിടിച്ചിട്ട് പറയുക, എനിക്ക് തന്ന ഓരോ സമൃദ്ധികൾക്കും നന്ദി എന്ന് ഉറക്കെ പറയുക. ഒന്ന് പറഞ്ഞു നോക്കൂ, റിസൾട്ട് കാണാൻ കഴിയും. ഫാസ്റ്റ് ആയിരിക്കും. നിങ്ങൾ റൂട്ട് ചക്ര ഓപ്പൺ ആവും, നിങ്ങളിലേക്ക് അബൻഡൻസിന്റെ ഫ്ലോ വരും. 100% അബൻഡൻസിന്റെ ഫ്ലോ വരും എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും കോൺസെപ്റ്റ് ആണ് ഇന്ന് പറഞ്ഞത്. അതുപോലെ എഴുതി കത്തിച്ച് കളയുക. നിങ്ങൾക്ക് എന്തൊക്കെ വിഷമങ്ങളുണ്ടോ, ഞാൻ പറഞ്ഞു, ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ഹെൽത്ത് അബൻഡൻസ് എന്ന് പറഞ്ഞാൽ മണി മാത്രമല്ല, 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഹെൽത്ത്, ആരോഗ്യം, റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ, മൂന്നാമത്തേത് കരിയർ, ജോലി, നാലാമത്തേത് മണി. ഈ 4നും പ്രാധാന്യമുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇൻബാലൻസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിന് മൊത്തം മതി. പൈസ നമുക്ക് ഉണ്ടായിട്ട് അയ്യോ ഹെൽത്ത് ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു നോക്കും. നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഈ 4 നമുക്ക് ബാലൻസ് ചെയ്യണം. അപ്പൊ 4 കാര്യങ്ങളും ബേസ് ചെയ്തിട്ട് നിങ്ങൾ അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. മനസ്സിലാവുന്നുണ്ടോ? ഈ 4 കാര്യങ്ങളിൽ ഏതിലേക്ക് നിങ്ങൾ തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ടോ, ആ തടസ്സങ്ങൾ എന്താണ്, നിങ്ങളുടെ വിഷമങ്ങൾ എന്താണ്, ബുദ്ധിമുട്ടുകൾ, അതെല്ലാം എഴുതുക. എഴുതിയിട്ട് ബേൺ ചെയ്യുക. ഇതൊരു പവർഫുൾ ആയിട്ടൊരു ടെക്നിക്കാണ്. NLPയിലെ ഏറ്റവും പവർഫുൾ ആയ ടെക്നിക്കാണ് ഈ ബേൺ ചെയ്ത് കളയുക. എഴുതുക. വിഷമം, നല്ല കാര്യങ്ങളല്ല കേട്ടോ, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ, അത് വീണ്ടും വായിക്കരുത്. എല്ലാം എഴുതുക. വായിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ തന്നെ ഉടനെ അത് കത്തിച്ചിന്ന് ചെയ്ത് നോക്കൂ. ഭയങ്കര റിലീഫ് ആയിരിക്കും. നല്ലപോലെ ഉറങ്ങാൻ സാധിക്കും. മനസ്സ് തുറന്ന് ഉറങ്ങാൻ സാധിക്കും. എന്തൊക്കെ വിഷമങ്ങളും വേദനകളും ഉള്ളിലുണ്ടോ അത് മുഴുവൻ എഴുതുക. പൈസയുടെ ബ്ലോക്കുകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് ഇന്ന ബ്ലോക്ക് ആണോ? ഞാനൊക്കെ എങ്ങനെയാ വെച്ചാൽ ഒരു ഗോൾ വെച്ചിട്ട് ആ ഗോളിലുള്ള എന്തൊക്കെ നെഗറ്റീവ് വിശ്വാസങ്ങൾ എനിക്കുണ്ട് എന്ന് ഞാൻ എടുത്തെഴുതും. എന്നിട്ട് അതിനെ കത്തിച്ച് പുതിയ വിശ്വാസങ്ങൾ സെറ്റ് ചെയ്തോളൂ. ഇതുപോലെ ഈ 4 മേഖലകളിൽ നിങ്ങൾക്ക് എന്തൊക്കെ നെഗറ്റീവ് വിശ്വാസങ്ങൾ ഉണ്ടോ ആ വിശ്വാസങ്ങളെല്ലാം എഴുതുക. അതിനുശേഷം അതിനെ കത്തിച്ചു കളയുക. എന്നിട്ട് ചിന്തിക്കുക, ഐ എം നൗ ഫ്രീ. 2 കൈകളും ഉയർത്തി നിങ്ങൾ പറയാ, ഐ എം നൗ ഫ്രീ. ഞാൻ ഫ്രീ ആണിപ്പോ. എന്റെ ലൈഫിലേക്ക് അബൻഡൻസിന്റെ ഫ്ലോ വന്നു തുടങ്ങി. ഉപ്പ് അതുപോലെ മൂന്നാമത്തെ കാര്യം പറഞ്ഞത്, വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കുളിക്കുമ്പോൾ എന്താണ്, ക്ലെൻസ് ആവാണ് നമ്മൾ. നെഗറ്റീവ്, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോയാൽ നമുക്ക് ക്ഷീണം വരാറുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവാൻ പറ്റും. ആ ക്ഷീണം, ഇതൊക്കെ നമ്മളിലേക്ക് നെഗറ്റീവിന്റെ ഇതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിട്ട് കുളിക്കുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യാം, ഞാൻ ക്ലെൻസ് ആയി, വളരെയധികം ക്ലെൻസ് ആയി, എന്നിലേക്ക് അബൻഡൻസിന്റെ ഫ്ലോ വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന ഒരു ഫീലിൽ വരാം. ഇന്ന് ഞാൻ 3 റിച്വൽസ് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവരും ചെയ്യുന്നു വിശ്വസിക്കുന്നു. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. പാലക്കാട് എവിടെ മേഡത്തിന്റെ വീട്? എന്റെ നാടും എന്റെ വീട് പാലക്കാട്. പാലക്കാടാണോ? ഞാനും പാലക്കാട്. എന്റെ വീട്
ആ, അതെ അത് എവിടെയാ പാലക്കാട്? കൊടുമ്പ് ചിറ്റൂര്. കൊടുമ്പാണോ? ഞാൻ മെയിൻ ഇവിടെയാണ്, ചന്ദ്രനഗറാണ്. ഓ, എന്റെ വീട് കൊടുമ്പാണ്. കൊടുമ്പാണ് അല്ലേ? അത് ശരി, ആ. ആയിക്കോട്ടെ. മേഡം എന്ത് ബിസിനസ് ചെയ്യണേ? എനിക്ക് ഇവിടെ ഇതുണ്ട്, എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ശമ്പാല എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ റൈസ് ഞാൻ പാലക്കാട് ബാംഗ്ലൂർക്കാണ് അയക്കുന്നത്. അതുപോലെ ഹെയർ ഓയിലിന്റെ ഒരു ബിസിനസ് ഉണ്ട് ഞാൻ ചെയ്തു. പിന്നെ ഹസ്ബൻഡിന് വേറെയും കുറെ ബിസിനസ്സുകളുണ്ട്. ഓക്കെ. ഞാൻ നെൽകൃഷിയും തെങ്ങും വെച്ചു. ആണോ? ശരി, ആ. ഗുഡ് ഗുഡ് മോർണിംഗ് ഗുഡ്. മാം. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ ഓക്കെ, ചോദിച്ചു. പറയൂ മാം. എൻ്റെ പേര് ബീന എന്നാണ്. പിന്നെ ഓക്കെ. പി- എനിക്ക് എല്ലാ കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന സ്വഭാവമാണ്. അത് എഴുതുമ്പോൾ എങ്ങനെ എഴുതിയെടുക്കും? എല്ലാ കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റി വെക്കുക എന്നുള്ളൊരു മാറ്റി കോൺസെപ്റ്റ് ആണ് അല്ലെ? എന്ത് മൈൻഡ് കാര്യങ്ങളും മാറ്റി വെക്കും. അതില് നമ്മൾ മനസ്സിലൊന്ന് പറയാം, ഡു ഇറ്റ് നൗ എന്ന്. ഇപ്പൊ ഞാൻ ചെയ്യും ഒന്ന് പറഞ്ഞു നോക്കി, ഇന്ന് മുതൽ പറഞ്ഞു നോക്കുക, ഇപ്പൊ ഞാൻ ചെയ്യും, ഇപ്പൊ ഞാൻ ചെയ്യും. ഡു ഇറ്റ് നൗ എന്ന് പറയുന്നത് ഒരു എഫർമേഷൻ ആണ്, അറിയാമോ? ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള എഫർമേഷൻ. കാരണം എനിക്ക് ഒരു കാര്യം അത് ഉണ്ടായിരുന്നു. ഇപ്പൊ പാത്രങ്ങൾ എക്സാമ്പിൾ പറയാം, പാത്രങ്ങൾ കഴുകും, കുറച്ച് കഴിഞ്ഞിട്ട് കഴുകാം, ഇപ്പൊ വേണ്ടാന്ന് ചിന്തിക്കും. അപ്പൊ ഞാൻ എന്നോട് തന്നെ പറയായിരുന്നു, ഡു ഇറ്റ് നൗ. ഇപ്പൊ ചെയ്യണം, ഇപ്പൊ ചെയ്യണം. പറഞ്ഞു നോക്കി, ഇന്ന് മുതൽ പറഞ്ഞു നോക്കിയേ, ഡു ഇറ്റ് നൗ. ഞാൻ ഇപ്പൊ ചെയ്യും, ഞാൻ ആള് അടിപൊളിയാണ്, ഞാൻ ഇപ്പൊ ചെയ്യും എന്ന കോൺസെപ്റ്റ് ഒന്ന് കൊടുത്തു നോക്കൂ. ഡു ഇറ്റ് നൗ, ഈ ഒരു കോൺസെപ്റ്റ് കൊടുക്കുക. ഡു ഇറ്റ് നൗ, ഞാൻ ഇന്ന് പെട്ടെന്ന് ചെയ്യും. അതെങ്ങനെയാണെന്നറിയാം, ചെയ്യുന്ന മനസ്സിൽ പറഞ്ഞ ഉടനെ എണീക്കുക, അപ്പൊ തന്നെ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഡു ഇറ്റ് നൗ, ഡു ഇറ്റ് നൗ ഉള്ളിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇപ്പൊ ചെയ്യണം, ഇപ്പൊ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞ് ഞാൻ വളരെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും എന്ന ഒരു സജഷൻ നമ്മുടെ ഉള്ളിൽ കൊടുത്താൽ നമുക്കിത് മാറ്റാൻ പറ്റും. കാരണം ഞാനിത് മാറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ടാ പറയുന്നത്. ഈ മാം ഒന്ന് പറയൂ. പറയുന്നതിനോടൊപ്പം തന്നെ എഴുതുന്നത് എങ്ങനെ മാം? എഴുതി മാറ്റാൻ പറ്റുമല്ലോ നമ്മുടെ. എഴുത്തി മാറ്റുന്നതിനേക്കാൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് പറഞ്ഞു മാറ്റൂ. നമ്മൾ ഡെയിലി, നിങ്ങളിപ്പോ ഇപ്പൊ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. എന്തെന്നാ പേരെന്താ? പേരെന്താ? ബീന. ബീന. ബീന ഇപ്പൊ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, മടി തോന്നുന്നു. മനസ്സിൽ പറയാം, ഞാൻ ഇപ്പൊ ചെയ്യും, ഡു ഇറ്റ് നൗ. ഇപ്പൊ ചെയ്യും, ഞാൻ ഇപ്പൊ ചെയ്യും, ഞാൻ ഇപ്പൊ ചെയ്യും എന്ന് നമ്മളുടെ ഉള്ളിൽ. കാരണം നമ്മളുടെ മൈൻഡിൽ നമ്മൾ പറഞ്ഞ് സജഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പിന്നെയും ലേസി ആയിരിക്കരുത്. ഞാൻ ആലോചിക്കും, ഇപ്പൊ തന്നെ ഞാൻ ചെയ്യും എന്ന ഫീലിലേക്ക് വരും. പിന്നെ എഴുതുക, നമ്മളൊരു എഫർമേഷൻ പോലെ എഴുതാം, ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് അതാത് സമയങ്ങളിൽ ചെയ്തു തീർക്കുന്നു എന്ന് തന്നെ എഴുതുക. ഓക്കെ. ഏതൊക്കെ ചെയ്യേണ്ട സമയങ്ങളിൽ ഞാൻ ചെയ്തു തീർക്കുന്ന വ്യക്തിയാണ്, ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന ഫീല് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അതാത് ഞാൻ സമയങ്ങൾ അതാത് വർക്കുകൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മൈൻഡിൽ അങ്ങനെ സജഷൻ കൊടുക്കുക. ഈ ഡു ഇറ്റ് നൗ ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കൂ, മാറ്റം ഉണ്ടാവും. ഞാൻ എപ്പോഴും മനസ്സിൽ പറയുന്നത് എനിക്ക് ഒട്ടും ടൈമില്ല എന്ന് ഇങ്ങനെ എന്തുകൊണ്ടാണ് ടൈം പറഞ്ഞിട്ടേ. ഇല്ലാത്തത്? കാരണം അതെ. മനസ്സിൽ എന്താ പറയുന്നേ? എനിക്ക് സമയമില്ല. അതെ. ആ, ചേഞ്ച് ചെയ്യൂ. പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ തന്നെ പറഞ്ഞു അല്ലേ, ബീന തന്നെ പറഞ്ഞു, എനിക്ക് ചെയ്യാൻ സമയമില്ല എന്ന്. സമയം ഉണ്ടാവില്ല, കാരണം നമ്മളതല്ലേ പറയുന്നേ. മാറ്റി മാം, പറയാം. പിന്നെ നമ്മള് കത്തിച്ച് കളയണമെന്ന് പറഞ്ഞില്ലേ, ഓക്കെ. അത് പിന്നെ നമ്മളെ കയ്യിൽ പൈസ എത്തിയില്ല എന്ന് പറഞ്ഞിട്ടാണോ എഴുതേണ്ടത്? പൈസ എത്തിയിട്ടില്ല എന്നല്ല, എന്തൊക്കെ നെഗറ്റീവ് വിശ്വാസങ്ങൾ ഉണ്ടോ? ഇപ്പൊ പൈസ, അയ്യോ എനിക്ക് ഇനി ആരെങ്കിലും ഒക്കെ വിഷമിപ്പിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കണേ. ആ ആ ആ ഇപ്പൊ ഹെൽത്തിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ അനുഭവിക്കുക, അല്ലെങ്കിൽ പൈസേനെ ബേസ് ചെയ്തിട്ട് പണ്ട് കാലങ്ങളിൽ കുറെ അനുഭവിച്ച വിഷമങ്ങളൊക്കെ ഉണ്ടാവില്ലേ? നല്ല കാര്യങ്ങളല്ല, ആ വിഷമങ്ങള്, എന്തെങ്കിലുമൊക്കെ ആ ബുദ്ധിമുട്ടുകൾ, അതൊക്കെ എഴുതുക. മനസ്സിലത്തെ വിഷമം, എന്ത് ഇൻസിഡന്റ് ആയിക്കോട്ടെ, ഹെൽത്ത് ഏരിയയിലെ ബന്ധങ്ങളിൽ. ഈ ഹെൽത്തും ബന്ധവും ങ്ങളും കരിയറും ഇതെല്ലാം കണക്റ്റഡ് ആണ്. മണി ബ്ലോക്ക് വരാൻ ആരോഗ്യത്തിന്റെ പ്രശ്നം മതി. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആരോഗ്യ പ്രശ്നം വന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. ബന്ധങ്ങളിൽ ഉം. പ്രശ്നം വന്നാൽ എന്താണ്? അപ്പൊ എന്തൊക്കെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന വിഷമങ്ങളുണ്ടോ, ആ വിഷമങ്ങൾ മുഴുവൻ എഴുതുക. എന്നിട്ട് അത് ബേൺ ചെയ്ത് കളയുക. നിങ്ങളിലേക്ക് മണി ഫ്ലോ തന്നെ വരും. ഓക്കെ? ആ. മനസ്സ് ഭയങ്കര റിലീഫ് ആവും. നിങ്ങൾക്ക് പുതിയ ബിലീഫുകൾ കൊടുക്കാൻ പറ്റും, പുതിയ വിശ്വാസങ്ങൾ കൊടുക്കാൻ. കാരണം ഒരു പാത്രത്തില് മുഴുവൻ വെള്ളമുണ്ട്, പുതിയ കാര്യങ്ങൾ നിറയ്ക്കാൻ പറ്റുമോ? കുറച്ച് നമ്മൾ അതിലുള്ള വേണ്ടാത്തൊക്കെ കളഞ്ഞ് കുറച്ചൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കണ്ടേ? അതുപോലെയാണ് നമ്മളുടെ മനസ്സ്. ഇപ്പൊ മനസ്സ് മുഴുവനും എന്താ പറയാ, അങ്ങനെ ഹെവി ആയിട്ട് ഇരിക്കുക, ആ ഹെവി ആയിട്ടുള്ള കുറച്ചെടുത്ത് കളയുക. അതിനുശേഷം പുതിയ കാര്യങ്ങൾ നിറയ്ക്കുക.
മനോഹരമായിട്ട് നമുക്ക് മാം ഈ ഒരു ഡേ 2 കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ഡേ 2 എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങളോട് ഈ ഒരു മൈൻഡ് സെറ്റിൻ്റെ ഷിഫ്റ്റിംഗ് ഒക്കെ പറഞ്ഞ സമയത്ത് തന്നെ മാം പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് പേപ്പർ ബേണിങ് ടെക്നിക്ക് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാണ്. പേപ്പർ ബേണിങ് ടെക്നിക്കിൽ നിങ്ങൾ നേരത്തെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഫോർഗിവ്നെസ്സിന് വേണ്ടിയിട്ട് പേപ്പർ ബേൺ ചെയ്ത് കത്തിച്ചതാണ്. ഇന്ന് ഫോർഗിവ്നെസ്സിന് വേണ്ടിയിട്ടല്ല പേപ്പർ ബേൺ ചെയ്യേണ്ടത്, മണിയുമായിട്ട് നിങ്ങൾക്കുള്ള എന്താണ് നെഗറ്റീവ് ബിലീഫ് സിസ്റ്റങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബിലീഫ് സിസ്റ്റം എന്ന് പറയുമ്പം ഇങ്ങനെ ചെയ്യാൻ മതി. നിങ്ങൾക്ക് പണത്തിനോട് എനിക്ക് പണക്കാരനാവാൻ പറ്റില്ല, പണം എന്നിലേക്ക് വരില്ല, അല്ലെങ്കിൽ ഞാൻ പിന്നെ പാവപ്പെട്ടവളായതുകൊണ്ട് എനിക്ക് പണമൊന്നും ലഭിക്കില്ല, പിന്നെ പൈസ അങ്ങനെ ഉണ്ടാക്കൽ ഈസി ഒന്നും അല്ല, പൈസ ഉണ്ടാക്കൽ അങ്ങനെ വലിയ ഇതൊന്നുമല്ല, പെട്ടെന്ന് നല്ല കഠിനാധ്വാനം ചെയ്തിട്ടൊന്നും അല്ലാതെ ലോട്ടറി എടുത്തിട്ട് പൈസക്കാരാവുന്നവരുണ്ടല്ലോ, എനിക്ക് അങ്ങനെ ഈസി ആയിട്ട് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗം മതി, അല്ലെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ പണിയെടുക്കും, പട്ടിപ്പണി എടുക്കണം എന്നൊക്കെ പറയുന്നവരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പണവുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾ ആലോചിച്ച് കൂട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതുക ഒരു ഭാഗത്ത്. ദെൻ നിങ്ങൾക്ക് അതിനെ എങ്ങനെ പോസിറ്റീവ് ആക്കാം എന്നുള്ളത് ഒരിക്കലും എഴുതിയതിനെ വീണ്ടും വീണ്ടും ഇങ്ങനെ വായിച്ചിരിക്കരുത് കേട്ടോ. നിങ്ങളെ സ്ക്രിപ്റ്റാണ് മാറ്റേണ്ടത്. നിങ്ങളെ പണവുമായിട്ടുള്ള നിങ്ങളൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവുമല്ലോ, ഓൾറെഡി നിങ്ങളുടെ മൈൻഡിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും. ആ സ്ക്രിപ്റ്റിനെ റീറൈറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അതിനെ എങ്ങനെ പോസിറ്റീവായിട്ട് എഴുതാം, അതിനെ എങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് എഴുതാം എന്നുള്ളത് വേറെ ഒന്ന്, നിങ്ങൾ ഓരോന്നും എഴുതുന്ന കൂടെ തന്നെ അതിനെങ്ങനെ പോസിറ്റീവ് ആക്കാം എന്നുള്ളത് ഇപ്പുറത്ത് എഴുതി വെക്കുക. എന്നിട്ട് ദെൻ നിങ്ങൾ അതിനൊന്ന് ഭയങ്കരമായിട്ട് നിങ്ങളുടെ കയ്യിൽ പണം വന്നാൽ നിങ്ങൾ പണവുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, നിങ്ങൾക്ക് കൂടുതൽ പണം വന്നിട്ടുള്ള ലൈഫ് എന്താവണം, വിഷ്വലൈസ് ചെയ്യുക, പിന്നെ ഇമാജിൻ ചെയ്യുക, നന്നായിട്ട് എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെച്ചത് നിങ്ങൾ ഡെയിലി 2 പ്രാവശ്യമെങ്കിലും വായിക്കുക. ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് വായിക്കുക. നെഗറ്റീവായിട്ട് എഴുതത് അപ്പം തന്നെ കൊണ്ടുപോയി കത്തിച്ച് വേസ്റ്റ് ബിന്നിലോ ഇല്ലെങ്കിൽ വാഷ് ബേസിലൊക്കെ കൊണ്ടുപോയി എന്ത് ചെയ്യാം, ഡിസ്പോസ് ചെയ്യാം. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഈ എഴുതി വെച്ച കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഞാൻ ഇപ്പം തന്നെ പറഞ്ഞൊക്കെ നമ്മൾ അബണ്ടൻസ് എഴുതി വെച്ചെന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ ഭയങ്കര സന്തോഷം വരുന്നില്ലേ. അപ്പോൾ ആ എഴുതി വെച്ച കാര്യങ്ങൾ നിങ്ങൾ എഗെയിൻ എന്ത് ചെയ്യുക, വായിച്ചുകൊണ്ടേയിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെ ഒരു ദിവസം കൊണ്ട് ഇന്ന് ചിന്തിച്ച് നാളെ തന്നെ മാറ്റാനൊന്നും പറ്റില്ല എന്ന്, ഒരു 2, 3, 4 ദിവസം ഇരുന്ന് ചെയ്താൽ മാത്രമേ ഇത് മാറ്റാൻ പറ്റൂ. പിന്നെ രണ്ടാമതൊരു കാര്യം പറഞ്ഞു, ഗ്രാറ്റിറ്റ്യൂഡ് വാക്യം. നാച്ചുറലായിട്ട് നമ്മൾ അലൈൻ ചെയ്തിരിക്കാൻ ഏറ്റവും ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യം വാക്ക് ചെയ്യുക. ചെരുപ്പിടാതെ മണ്ണിലൂടെ ഇങ്ങനെ നടക്കുക. ആ നടക്കുന്ന സമയത്ത് ഓരോ ഫുഡ് സ്റ്റെപ്പിലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള, നിങ്ങൾ സന്തോഷകരമായിട്ടുള്ള ഓരോ കാര്യങ്ങളെ ഓർത്ത് താങ്ക് യു എന്നിങ്ങനെ പറഞ്ഞ് ഒരു ലയത്തിൽ താളത്തിൽ ഇങ്ങനെ നടക്കുക. ഒരു മോർണിംഗ് വാക്കും കൂടെ ആയല്ലോ അല്ലേ, നല്ല വീശിയൊക്കെ അങ്ങ് നടന്നു. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, ഉപ്പിട്ട വെള്ളത്തിൽ. അപ്പം ഞാൻ നേരത്തെ ഇത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കുക എന്ന് പറയുന്നത് നമ്മൾ എനർജി ഡ്രെയിനായി സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ഉപ്പിട്ട വെള്ളത്തിൽ കുളിച്ചു. ഇതൊന്ന് ശീലാക്കരുത് കേട്ടോ. മുടി കൊഴിഞ്ഞു പോയിട്ട് എന്നെ മാം പറഞ്ഞ് മുടി കൊഴിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നെഗറ്റീവ് ആവാനൊന്നും നിൽക്കേണ്ട. ഹാപ്പി ആയിരിക്കുക, പോസിറ്റീവ് ആയിരിക്കുക. എഗെയിൻ നാളെ നല്ല ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള കുറേ നിമിഷങ്ങൾ, ഇന്നത്തെ ഡേ നല്ല സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഓൾ വൺസ് അഗെയിൻ. എല്ലാവർക്കും താങ്ക് യു പറയാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇത് നിങ്ങളെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊക്കെ ഇതിൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കുക. അവർക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു അവയർനെസ് അവരിലേക്ക് എത്തിക്കുക. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുക. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.